പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തുതി. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപയുടെ യുഗതിയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമത്തിൽ നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ,
കൈമാറുന്ന രേഖകൾ, കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിൽ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെ ഉണ്ടല്ലോ, കർത്താവ് പറഞ്ഞല്ലേ എനിക്കൊരു ജ്ഞാനസ്നാനം സ്വീകരിക്കാനുണ്ടെന്ന്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. എന്താണെന്നറിയാമോ? കർത്താവ് 12:50, ലൂക്ക 12:50 പറയണത്. ഒന്ന് വായിച്ചേ. എനിക്ക് ഒരു സ്നാനം സ്വീകരിക്കാനുണ്ട്, എനിക്ക് സ്നാനം സ്വീകരിക്കാനുണ്ട്, അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. അപ്പം അതായത് ഈശോ തീഷ്ണമായി ആഗ്രഹിക്കണം. അപ്പം എന്താ ഈ ജ്ഞാനസ്നാനം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? കർത്താവ് സ്വീകരിക്കാവുന്ന പീഡാസഹനങ്ങളെയാണ് ഇത് പറയണത്. സ്വീകാര്യ ലേഖനം ഇല്ലേ, റോമ 6:3 എടുത്തേ. യേശുക്രിസ്തുവിനോട് ഐക്യപ്പെടാൻ ജ്ഞാനസ്നാനം സ്വീകരിച്ച നാം എല്ലാവരും അവന്റെ മരണത്തോട് ഐക്യപ്പെടാനാണ് ജ്ഞാനസ്നാനം സ്വീകരിച്ചതെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. ഓരോ സഹനവും കർത്താവിൻ്റെ മരണത്തോടുള്ള നമ്മുടെ ഐക്യദാർഢ്യമാണ്. അത് ബൈബിള് മുന്നോട്ട് വെക്കുന്ന വല്ലാത്ത ഒരു ഞെട്ടിപ്പിക്കുന്ന ഒരു സ്വർഗീയ വെളിപാടാണത്. അതായത് ഇപ്പം ജ്ഞാനസ്നാനം തന്നെയാണെങ്കിൽ, ജ്ഞാനസ്നാനം കത്തോലിക്ക സഭയുടെ പഴയ ബേസിക് കാറ്റഗിസത്തിലെ ജ്ഞാനസ്നാനത്തെക്കുറിച്ച് പണ്ടൊക്കെ ഞങ്ങൾ പഠിച്ചത്, കുഞ്ഞായിരുന്ന പഠിച്ചതാണ്. ഇപ്പോഴത് മറന്നുപോയിട്ടൊന്നുമില്ല. അതായത് ജ്ഞാനസ്നാനം കർമ്മദോഷമുണ്ടെങ്കിൽ അതും ഉത്ഭവദോഷവും നീക്കി നമ്മളെ ക്രൈസ്തവരും ദൈവത്തിൻ്റെ മക്കളുമായി തീർക്കാനുള്ള കൂദാശയാണെന്നാണ്. അപ്പോൾ ജ്ഞാനസ്നാനം എന്ന് വരുമ്പോഴൊരു നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ട് മാറുകയാണ്. പക്ഷേ പൂർണ്ണ തോതിലുള്ള മക്കളാകണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? അത് നമ്മൾ ഇപ്പം തന്നെ പറഞ്ഞാൽ അത് കൂദാശയോടെ കൂദാശയിൽ ജീവിക്കുന്ന ദൈവിക ജീവൻ, ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവത്തിൻ്റെ ജീവൻ കൂദാശകളിലൂടെ പകർന്ന് കിട്ടുന്ന സഭയുടെ ആത്മീയ സംവിധാനങ്ങളിലൂടെ കടന്നു പോകുന്നവർക്കാണ് ഈ ബാപ്റ്റിസം, കൺഫർമേഷൻ, കമ്മ്യൂണിയനൊക്കെ ഉള്ളത്. പക്ഷേ അല്ലാത്തവർക്ക് എന്താ മാർഗം? ഇപ്പോൾ സഭയുടെ അകത്ത് നിൽക്കാൻ പറ്റണില്ല. പക്ഷേ അവർക്ക് ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിൽ ജീവിക്കണം, ക്രിസ്തുവിലുള്ള രക്ഷ നേടണം എന്നൊക്കെ അവർ തീവ്രമായി അഭിലഷിച്ചാൽ ബൈബിൾ അവർക്ക് വേറെ ഒരു വിഭവമാണ് വിളമ്പണത്. അതെത്രയാണെന്നറിയാം. പക്ഷെ അതിനകത്ത് ഇതുപോലെ ഈ കമ്മ്യൂണിയനും ഒന്നും വരത്തില്ല. കമ്മ്യൂണിയൻ കൺഫർമേഷൻ പരിശുദ്ധാത്മാവിലുള്ള അപ്പോസ്തലിക് സ്ഥിരീകരണമാണത് കൺഫർമേഷൻ എന്ന് പറയുന്നത്. പിന്നെ കമ്മ്യൂണിയൻ കർത്താവിനെ പങ്കുവെച്ച് നമ്മൾ കമ്മ്യൂണിയനായിട്ട് ഈ ദിവ്യകുർബാനയിൽ ഈശോനെ സ്വീകരിക്കണത്. അപ്പോൾ അതൊരു വഴിയാണ്. പക്ഷെ ആ വഴി ചില സമയത്ത് സാഹചര്യം കൊണ്ട് പറ്റാത്തവർക്ക് എന്ത് ചെയ്യും? അവർക്ക് വേറെ ഒരു വഴി ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കാൻ വേണ്ടി ബൈബിള് ഒരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അത് പൗലോസിലൂടെയാണ്. പുള്ളിയായിരുന്നു ഇങ്ങനെ വിജാതിയുടെ അപ്പോസ്റ്റൽ എന്നാണ് പുള്ളി അറിയപ്പെടുന്നത്. നമുക്ക് വിജാതി എന്നൊക്കെ വിളിക്കാൻ പറ്റുമോ എന്ന് അറിയത്തില്ല. ബൈബിളിൻ്റെ ഒരു ടേമാണത്, തർജ്ജിമ ചെയ്ത ടേം. അപ്പോൾ അതുകൊണ്ട് ഞാനത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ പുറജാതിക്കാരെന്നാണ് പൊതുവെ ചില ബൈബിൾ എഴുതിയിരിക്കുന്നത്. അതായത് ക്രിസ്തുവിൻ്റെ വിശ്വാസത്തിന് പാരമ്പര്യ വിശ്വാസത്തിന് പുറത്തുള്ളവർ, പാരമ്പര്യ വിശ്വാസത്തിന് പുറത്ത് ജനിച്ചു പോയവർ, അവർക്ക് എങ്ങനെയാണ് ക്രിസ്തുവിൽ എന്തുമാത്രം ആൾക്കാരാണത് അറിഞ്ഞിരിക്കണേ? അവർക്ക് കർത്താവിൻ്റെ വചനം വേറൊരു വാതിൽ തുറന്നു വെച്ചിട്ടുണ്ട്. അതാണെന്നറിയാമോ? അത് എഫേസ്യൻസ് വായെടുത്ത് 1:13-14 രക്ഷയുടെ സദ്വാർത്തയായ അതെ കേട്ടോ, രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. മുദ്രിതാണ്, കൺഫേംഡ് ആണെന്നാണ്. അതായത് യേശുവിൽ അവന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ, വിശ്വാസം കൂടെ തന്നെ അവനെടുക്കുന്ന ഒരു ആത്മസ്നാനത്തിൽ
ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടുന്നതാണ് പരിശുദ്ധാത്മാവിൻ്റെ മുദ്രീകരണം. അത് നല്ല സൂപ്പർ ഒരു പുതിയ വാതിലാണ് പൗലോസ് ചെയ്യണത്. വായിച്ചത് അടുത്ത വായിച്ചേ. എഫേസ്യസ് 1:14. എഫേസ്യസ് 1:14. അവിടുത്തെ മഹത്വം അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്ന അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നവരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. നമ്മൾ സ്വാഭാവികമായ സഭാത്മകമായ സാക്ഷ്യ ജീവിതത്തിൻ്റെ പുറത്തും നിത്യരക്ഷയ്ക്ക് അഡ്വാൻസ് കൊടുത്ത് നമുക്ക് ദൈവമഹത്വത്തിൻ്റെ പൂർണ്ണതയിലേക്ക് ആഗ്രഹിച്ച് എത്തിച്ചേരാൻ നമ്മൾ ആഗ്രഹിക്കണം, മനസ്സുകൊണ്ട് ആഗ്രഹിക്കണം ക്രിസ്തുവിൻ്റെ ദൈവിക ജീവൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ കർത്താവിൻ്റെ കയ്യിലാണ് ഉള്ളത്. നിൻ്റെ സത്യസന്ധമായിട്ടാണ് ദൈവത്തിൻ്റെ മഹത്വത്തിന് നമ്മൾ സാക്ഷ്യം എന്ന് പറയുമ്പോൾ എന്താണെന്നറിയാമോ? മഹത്വത്തിൻ്റെ സാക്ഷികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സഹനമായിരിക്കും കിട്ടുന്നത്. അതൊരു സഹനത്തിന് ന്യായസ്ഥാനം പോലെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ അതെന്നെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കർത്താവിൻ്റെ മഹത്വത്തിനായി നമ്മൾ കാഴ്ചവെക്കും. കാഴ്ചവെച്ച് കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ മഹത്വത്തെക്കുറിച്ച് വായിച്ചു. 14 എഫേസ്യസ് 1:14. അവിടുത്തെ മഹത്വം പ്രകീർത്തിക്കുന്നതിനുള്ള അവകാശം നാം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നത് വരെ ആ അവകാശത്തിന്റെ അച്ചാരമാണ് ഈ പരിശുദ്ധാത്മാവ്. അച്ഛൻ പറഞ്ഞതാണ്, ഏതെങ്കിലും തരത്തിലൊരു സഹനം വന്നാൽ ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടുത്തി നമ്മുടെ സഹനത്തെ മാറ്റണം. അപ്പം നമ്മൾ അങ്ങനെ മാറ്റിയാൽ നമ്മൾ പരാതിപ്പെടത്തില്ല. നമ്മൾ ഉപയോഗിച്ചവർ ക്ഷമിക്കും. നമ്മൾ ക്രിസ്തീയ ക്ഷമയെന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? അത് ജ്ഞാനസ്ഥാനത്തിന് നമ്മളെ സഹായിക്കുന്നതാണ്. സഹനം തരുന്ന ആൾക്കാരെ അതിലൂടെയാണ് നമുക്ക് നിത്യരക്ഷ നേടിയെടുക്കാൻ കഴിയണത്. അതിമനോഹരമാണ്. അപ്പോൾ ഒന്നിനും വിഷമിക്കരുത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വിചാരിച്ചിട്ട് ക്രിസ്തുവിനെ പ്രതി ഏറ്റെടുത്തിട്ട് പരമാവധി, ആദ്യമൊക്കെ കുറച്ച് പാടായിരിക്കും, പതുക്കെ ഞങ്ങളും ഇപ്പോൾ പരോപസം പറഞ്ഞില്ലേ, ഞങ്ങൾ പോലും വിജയിച്ചവരായി കാണപ്പെടണമെന്നില്ല, എന്ന് നിങ്ങൾ വിജയിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം എന്നൊക്കെ പൗരസപ്പോസും പറയുന്നില്ലേ. അപ്പം അതൊരു പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ദൈവം നമ്മുടെ ആത്മാർത്ഥത കണ്ടെത്തിയിട്ട് നമ്മളെ തക്ക സമയം സഹായിക്കും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് മെറിൻ. ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മ ഷിനു ജോൺ. ഞാൻ 2025 നവംബർ 4 ഇവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് യൂട്യൂബിലൂടെയൊക്കെ ഞാൻ സാക്ഷ്യം കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര വിശ്വാസിയല്ലായിരുന്നു, പക്ഷേ എന്നാലും ഞാൻ അങ്ങനെ നിന്ദിക്കാറില്ലായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ MBA പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ബാംഗ്ലൂർ. അങ്ങനെ ഞാൻ അവിടെ ലാസ്റ്റ് ലൈറ്റ് മാതാവിൻ്റെ ചാപ്പലിൽ പോകുമായിരുന്നു എല്ലാ ഞായറാഴ്ചയും കുർബാനയ്ക്ക്. അങ്ങനെ ഒരു അമ്മച്ചിയാണ് എനിക്ക് ഇതിൻ്റെ പത്രം കൊണ്ട് തന്നിട്ട്, മോളെ ഇത് സൂക്ഷിച്ച് വെക്കണം, പ്രാർത്ഥിക്കണം, യൂട്യൂബിൽ സാക്ഷിയൊക്കെ ഉണ്ട്, അതൊക്കെ കേൾക്കണം എന്ന് പറഞ്ഞത്. പക്ഷേ ഞാൻ അതത്ര വലിയ കാര്യമാക്കിയില്ല. പക്ഷേ എന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്നിടത്ത് വിശുദ്ധ സ്ഥലത്ത് ഇത് കൊണ്ട് വെച്ചു. അന്ന് വൈകിട്ട് ഞാൻ വെറുതെ യൂട്യൂബ് എടുത്ത് നോക്കിയപ്പം ഞാൻ അങ്ങനെ സാക്ഷിയൊന്നും കാണുന്ന ആളല്ലായിരുന്നു. നമുക്കറിയാം, യൂട്യൂബിൽ നമ്മൾ എന്തെങ്കിലും കണ്ടാൽ മാത്രമേ നമുക്കങ്ങനെ റെക്കമെൻഡേഷൻസ് കയറി വരത്തുള്ളൂ. പക്ഷേ എനിക്കറിയത്തില്ല, ഞാനിതുവരെ സാക്ഷ്യം കണ്ടിട്ടില്ല, ആരും എനിക്കിത് സാക്ഷ്യം അയച്ചു തന്നിട്ടില്ല. എന്നാലും ഇതൊരു റെക്കമെൻഡേഷനായിട്ട് ഒരു കുഞ്ഞിൻ്റെ സൗഖ്യത്തെപ്പറ്റി അതിൻ്റെ അമ്മ വന്ന് സാക്ഷ്യം പറയുന്നതാണ് എനിക്കിത് കിട്ടിയത്. അങ്ങനെ എനിക്ക് തന്നെ എൻ്റെ മനസ്സിലാരോ പറയുന്ന പോലെ തോന്നി. അപ്പോൾ അന്ന് എനിക്ക് ഭയങ്കരധികം പ്രതിസന്ധികൾ, ഒരുപാട് വിഷമങ്ങൾ പോയിക്കൊണ്ടിരുന്നൊരു സമയമായിരുന്നു. എൻ്റെ പപ്പ ഒരു ആക്സിഡൻറ്റിൽ അപ്രതീക്ഷിതമായിട്ട് മരിച്ചു. അപ്പം അതിൻ്റെയൊക്കെ ഒരു സങ്കടങ്ങൾ കൊണ്ട് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കൊണ്ട് പോകുന്ന ഇതായിരുന്നു. അപ്പം അന്നേരം എനിക്ക് എൻ്റെ ആഗ്രഹങ്ങൾ നിവർത്തിക്കണം അങ്ങനെയുള്ള രീതിയിൽ വന്നതല്ല. എനിക്ക് കുറച്ചുകൂടി സ്പിരിച്വൽ ആവാനും കുറച്ചുകൂടി ദൈവത്തിൽ അടുക്കുവാനും എൻ്റെ സങ്കടങ്ങളൊക്കെ ഒന്നിവിടെ വന്ന് പറയാനും ഒക്കെ ആയിട്ടാണ് ഞാനിവിടെ വന്ന് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ MBA ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൽ ക്വാണ്ടിറ്റേറ്റീവ് ഓപ്പറേഷൻസ് എന്നൊരു സബ്ജക്റ്റ് ഉണ്ട്. അപ്പം അതൊരു പ്രാക്ടിക്കൽ പേപ്പറാണ്.
അത് എനിക്ക് പ്രാക്ടിക്കൽ വൈസ് ഞാൻ അത്ര സ്മാർട്ടല്ല, ഞാൻ കുറച്ച് വീക്കാണ്. എനിക്ക് നന്നായിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്താലേ എനിക്ക് നല്ലതായിട്ട് മാർഗ്ഗം മേടിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 5 ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നന്നായി റിവൈസ് ചെയ്ത് നന്നായി പഠിച്ച് നല്ല കോൺഫിഡൻസോടെയാണ് പോയത്. അപ്പോൾ ഉടമ്പടി വസ്തുക്കളൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പോയത്. കാശ് രൂപ എപ്പോഴും എൻ്റെ കയ്യിൽ കാണും, അങ്ങനെയാണ് പോയത്. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി, എനിക്ക് സന്തോഷമായി, കാരണം ഞാൻ പഠിച്ചതൊക്കെ തന്നെയാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഭയങ്കര സന്തോഷമായി. പക്ഷേ എഴുതാനിരുന്നപ്പോൾ തൊട്ട് എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എൻ്റെ കൈ വിറയ്ക്കും. ആൻസറൊക്കെ ഭയങ്കരമായിട്ട് കൺഫ്യൂസ് ആവുന്ന പോലെയൊക്കെ തോന്നി. എനിക്കൊന്നും എഴുതാൻ പറ്റുന്നില്ല. അങ്ങനെ ഞാൻ 5 മിനിറ്റ് കാശ് രൂപ മുറുകെ പിടിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചു. കുറച്ച് നേരം ഞാൻ 5 മിനിറ്റ് അങ്ങനെ തന്നെ ഇരുന്നു. അപ്പം ഞാൻ വിശുദ്ധ ഉപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കയ്യിൽ. അതെൻ്റെ ഓരോ ആൻസർ ഷീറ്റിൻ്റെ ഓരോ താളിലും ഞാൻ വിതറി പ്രാർത്ഥിച്ചു. ഞാൻ അങ്ങനെ എന്തൊക്കെയോ എഴുതി പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര സന്തോഷം, കാരണം ഒരു 5 വർഷം നോക്കിയാൽ ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ അതിലൊക്കെ അവർ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഭയങ്കര സന്തോഷം. എനിക്ക് മാത്രം ഒന്നും സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ നോക്കിയപ്പോൾ 30 മാർക്കിൻ്റെ ഞാൻ തെറ്റാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം, 30 മാർക്കിൻ്റെ തെറ്റെന്ന് എഴുതുമ്പോൾ തന്നെ എന്താണ്, തോറ്റുപോകും. അത്രയും ഞാൻ തെറ്റാണ് എഴുതിയേക്കുന്നത്. 30 മാർക്കിൻ്റെയോളം ഞാൻ തെറ്റാണ് എഴുതിയിരിക്കുന്നത്. വേറെ എന്തെങ്കിലുമൊക്കെ ഞാൻ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ എല്ലാവരും സന്തോഷം ഇറങ്ങി വന്നപ്പോൾ എനിക്ക് മാത്രം, ഞാൻ അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞു. ഞാൻ അവിടെ വാഷ്റൂമിൽ പോയിരുന്നു, ഞാൻ പൊട്ടിക്കരഞ്ഞു. കാരണം എനിക്ക് അത്ര ഭയങ്കര വിഷമമായിപ്പോയി. പക്ഷേ അപ്പോഴും എനിക്ക് വിശ്വാസമുണ്ട്, എൻ്റെ യേശുപ്പച്ചൻ എൻ്റെ കൂടെ ഉണ്ട്. എൻ്റെ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ യേശുപ്പച്ചൻ എനിക്കിത് തരും എന്നൊരു വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ 2 മാസം കഴിഞ്ഞ് റിസൾട്ട് വന്നു. ഞാൻ ജയിച്ചു. അതും ഞാൻ പ്രതീക്ഷിച്ചതിലും 5 മാർക്ക് കൂടുതൽ തന്നാണ് എൻ്റെ യേശുപ്പച്ചൻ എന്നെ ജയിപ്പിച്ചത്. അത് അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ എൻ്റെ യേശുപ്പച്ചൻ മാത്രം ഇടപെട്ടതുകൊണ്ട്, ആ രേഖകളൊക്കെ എൻ്റെ യേശുപ്പച്ചൻ തൊട്ടതുകൊണ്ട് മാത്രമാണ് ഞാനത് ജയിച്ചത്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ MBA പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്കറിയാം പ്ലേസ്മെൻറ്റ്സ് വരും. അപ്പോൾ ഞാൻ അത്യാവശ്യം ഒരു ഡീസൻറ്റ് പ്രൈവറ്റ് കോളേജിലാണ് MBA ഞാൻ ചെയ്തത്. അപ്പോൾ പ്ലേസ്മെൻറ്റ്സ് വരുന്നുണ്ടായിരുന്നു, കമ്പനീസ് വരുന്നുണ്ടായിരുന്നു. സോ ഈവൻ സ്റ്റാർട്ടപ്സിൻ്റെ കമ്പനിയിലാണെങ്കിൽ പോലും എനിക്ക് റിജക്ഷൻസ് മാത്രമേ കിട്ടിക്കൊണ്ടിരുന്നുള്ളൂ. അപ്പോൾ നമുക്കറിയാം MBAയിൽ ഇപ്പം ഏറ്റവും കൂടുതൽ ജോബ് മാർക്കറ്റിൽ സപ്ലൈ കൂടുതലാണെങ്കിലും ഡിമാൻഡ് വളരെയധികം കുറവാണ്. കാരണം ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കോഴ്സാണ് MBA എന്ന് പറയുന്നത്. കാരണം എല്ലാവരും ഇപ്പം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്രയും സ്മാർട്ടായവർക്ക് മാത്രമേ ഒരു നല്ല കമ്പനിയിൽ കിട്ടത്തുള്ളൂ, ഒരു നല്ല പോസ്റ്റിങ്. അപ്പോൾ എനിക്ക് അത്രയും സ്മാർട്ട്നെസ് ഒന്നുമില്ല, അതിലത്രയും മെറിറ്റ് ഒന്നും എനിക്കില്ല. ഞാൻ ഒരുപാട് കമ്പനിയിൽ ഞാൻ അറ്റൻഡ് ചെയ്തു, എനിക്കൊന്നും കിട്ടുന്നില്ല, എനിക്ക് ഭയങ്കര റിജക്ഷൻ. പക്ഷേ അപ്പോഴും ഞാൻ യേശുപ്പച്ചനോട് അങ്ങനെ പരാതി പറഞ്ഞിട്ടില്ല. ഞാൻ ഉടമ്പടി നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോയി, ഞാൻ പ്രേക്ഷിത പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോയി, കാരുണ്യ പ്രവർത്തനം നല്ല രീതിയിൽ കൊണ്ടുപോയി, ഞാൻ എൻ്റെ ആത്മീയ ജീവിതവും നല്ല രീതിയിൽ കൊണ്ടുപോയി. പക്ഷേ എനിക്ക് അപ്പോഴും വിശ്വാസമുണ്ട് എൻ്റെ യേശുപ്പച്ചൻ എന്നെ കൈവിടത്തില്ലെന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് ഒരു പ്രാവശ്യം പ്ലേസ്മെൻറ്റിൻ്റെ ഗ്രൂപ്പിൽ ഒരു US കമ്പനി, അതൊരു ടോപ്പ് MNC ആണ്, ഒരു US കമ്പനി ഫ്രഷേഴ്സിനെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. 10 വേക്കൻസീസ് ആണുള്ളത്. ഓൾ ഇന്ത്യ എന്നാണ് അവർ റിക്രൂട്ട് ചെയ്യുന്നതെന്നുള്ളൊരു ഇത് ലിങ്ക് ഞങ്ങളുടെ പ്ലേസ്മെൻറ്റ് ഗ്രൂപ്പിലെ മാം ഇടുന്നത്. അപ്പോഴും ഞാൻ വിചാരിച്ചു ഞാൻ എന്തിനാണ് ചെയ്യുന്നത്, കാരണം ടോപ്പ് ടയർ കോളേജസിൽ നിന്ന് കുട്ടികളുണ്ട്, IIM പോലുള്ള കോളേജിൽ നിന്ന് കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് കിട്ടുന്ന എക്സ്പോഷർ അല്ല ഒരു സാധാരണ പ്രൈവറ്റ് MBA കോളേജിൽ പഠിക്കുന്ന എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരിക്കലും അവിടെ എൻ്റെ മെറിറ്റ് ഒരിക്കലും വർക്കാവത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിലിരുന്ന് ആരോ പറയുന്നു, നീ ചെയ്ത് നിനക്കുള്ളതാണ്, നീ ചെയ്യുക. അപ്പം ഞാൻ വിചാരിച്ചു ദൈവമേ അത് പരിശുദ്ധാത്മാവായിരിക്കും. ഞാനത് ചെയ്തു. 1 മാസം. അപ്പം ഞങ്ങളുടെ കോളേജിൽ നിന്ന് 9 കുട്ടികളാണ്, ഞങ്ങളുടെ കോളേജ് അത് ഓൾ ഇന്ത്യയിൽ നിന്നാണ് അവർ ഹയർ ചെയ്യുന്നത്. ഞങ്ങളുടെ കോളേജിൽ നിന്ന് 9 കുട്ടികളാണ് ചെയ്തത്. അതിൽ ഇൻ്റർവ്യൂ കോൾ എനിക്ക് മാത്രമേ വന്നുള്ളൂ ആ കോളേജിൽ. അതൊരിക്കലും എൻ്റെ മെറിറ്റ് അല്ല, കാരണം ഞാൻ അവരുടെയൊക്കെ ഞാൻ CV കണ്ടതാണ്. അതൊന്നും കമ്പയർ ചെയ്യാൻ പോലും എൻ്റെ CV പറ്റത്തില്ല, കാരണം അത്ര എന്താ പറയുന്നത്, ഒരു പുഴുവാണ് ഞാൻ അതിനകത്ത്. അത്ര മെറിറ്റ് ഇല്ല എനിക്ക്. പക്ഷേ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വന്നു. 3 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, 3ഉം വെർച്വൽ മോഡായിരുന്നു. അവിടെ ഞാൻ വിശുദ്ധ ഉടമ്പടി വസ്തുക്കൾ കൊണ്ടാണ് ഇൻ്റർവ്യൂവിന് ഇരുന്നത്. ഞാൻ വിശുദ്ധ എണ്ണ, ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ പൂശി. ഉപ്പ് വിശുദ്ധ ഉപ്പ് ഞാൻ ലാപ്ടോപ്പിൻ്റെ അവിടെ വിതറി. പിന്നെ പരിശുദ്ധ അമ്മയുടെ രൂപം, യേശുപ്പച്ചൻ്റെ ഫോട്ടോയും ഞാൻ എൻ്റെ മടിയിൽ വെച്ചിട്ടാണ് ഞാൻ പിന്നെ വിശുദ്ധ തിരി കത്തിച്ചു വെച്ചിട്ടാണ് 3 റൗണ്ടിനും ഞാൻ ഇരുന്നത്. അപ്പോൾ ഫസ്റ്റ് റൗണ്ട് തന്നെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. അവിടെ തന്നെ ഈ ടോപ്പ് ടിയർ കോളേജിൽ നിന്ന് കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ പകുതി ഇത് പോയി. കാരണം വെച്ച് കഴിഞ്ഞാൽ 10 പേരുണ്ടായിരുന്നു, കിട്ടത്തില്ലെന്നുള്ളൊരിതാണ്. കാരണം എൻ്റെ മെറിറ്റ് ഒരിക്കലും അവിടെ വർക്കാവത്തില്ല. പക്ഷേ അതിന് കിട്ടി. സെക്കൻഡ് റൗണ്ടിൽ കിട്ടി, തേർഡ് റൗണ്ടിലും കിട്ടി.
അങ്ങനെ ഈ മൂന്നാമത്തെ റൗണ്ട് നടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാൻ ഇതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കേട്ടുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ മെഴുകുതിരിയിൽ 22 തെളിഞ്ഞു. 22. പക്ഷേ എനിക്കത് മനസ്സിലായില്ല. ആദ്യം ഞാൻ വിചാരിച്ചു എനിക്ക് തോന്നുന്നതായിരിക്കും, ഇനി ഉറക്കച്ചടവ് എല്ലാം തോന്നുന്നതാണോ, അങ്ങനെ വിചാരിച്ചു. പക്ഷെ വീണ്ടും ഞാൻ നോക്കി 22 തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഞാനത് ഫോണിൽ ഫോട്ടോ എടുക്കാൻ വന്ന ഒരു സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് കൊണ്ട് അത് മാറി. ഫോണിൽ ഫോട്ടോ എടുക്കാൻ ഞാൻ വന്നതാണ്, പക്ഷേ എനിക്കത് കിട്ടിയില്ല. സ്പ്ലിറ്റ് ഓഫ് സെക്കൻഡ് കൊണ്ട് അത് മാറി. അങ്ങനെ ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ലാസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ മെയ് 22-നാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിശ്വാസമായി, ഭയങ്കര ആശ്വാസമായി. കാരണം ഇത് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് യേശുപ്പച്ചൻ മാതാവിലൂടെ എനിക്ക് പറയുന്ന പോലെ എനിക്ക് തോന്നി ഇത് നിനക്കുള്ളതാണ്. അങ്ങനെ 22-ാം തീയതി ലാസ്റ്റ് റൗണ്ട് ഇൻ്റർവ്യൂ കഴിഞ്ഞു. 3 ആൾക്കാരായിരുന്നു ആ പാനലിലുണ്ടായിരുന്നത്. കുറേ കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. എനിക്കറിയത്തില്ല ഞാനത് എങ്ങനെ ആൻസർ പറഞ്ഞെന്ന്. കുറേ സിനാരിയോസ് ഒക്കെ തന്നു. അതൊക്കെ ഞാൻ ആൻസർ പറഞ്ഞു. അതൊക്കെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ച, മാതാവേ നിൻ്റെ കണ്ണുകളിലൂടെ ആയിരിക്കണേ അവരെന്നെ കാണുന്നത്, യേശുപ്പച്ച നിൻ്റെ നാവിലൂടെ ആയിരിക്കണേ എനിക്ക് ഉത്തരം പറയാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചാണ് ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നത്. അങ്ങനെ 10 മിനിറ്റിന് ശേഷം HR വിളിച്ച് പറയുവാണ്, കൺഗ്രാജുലേഷൻസ്, നിങ്ങൾ ഈ ഒരു കമ്പനിയിൽ മാനേജ്മെൻറ്റ് ട്രെയിനി പൊസിഷനിൽ നിങ്ങൾ സെലക്ട് ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഇതായിരുന്നു. കാരണം അന്നേരം അതിനുശേഷം ഇവരൊരു ഫസ്റ്റ് മീറ്റിംഗ് വെച്ചായിരുന്നു. അന്നേരമാണ് ഇവർ പറഞ്ഞത് 4000 ആപ്ലിക്കേഷൻസാണ് ഇവർക്ക് കിട്ടിയത്, 10 പേരെ മാത്രമേ ഇവർ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതിലൊരാളായിരുന്നു ഞാൻ. ഒരിക്കലും അത് എൻ്റെ മെറിറ്റിലല്ല അത് വർക്ക് ചെയ്തത്. അത് യേശുപ്പച്ചൻ, അമ്മ മാതാവ് യേശുപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് എനിക്ക് ഭയങ്കര സീംലെസ് ആയിട്ട് മേടിച്ച് തന്നതുപോലെയാണ് എനിക്കത് തോന്നിയത്. മൂന്നാമത്തെ എൻ്റെ സാക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചെറുപ്പം തൊട്ട് എനിക്ക് ടോൺസിലൈറ്റിസിൻ്റെ പ്രോബ്ലം ഉണ്ട്. പനിയൊക്കെ, ചെറിയൊരു കോൾഡ് വന്നാൽ പോലും ഭയങ്കര ഇൻഫെക്ഷനാണ് വരുന്നത്. എനിക്ക് ഉമിനീര് പോലും ഇറക്കാൻ പറ്റത്തില്ല, എനിക്ക് വെള്ളം കുടിക്കാൻ പറ്റത്തില്ല, ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല, എനിക്ക് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. കാരണം പുറത്തു നോക്കി കഴിഞ്ഞാൽ ഇങ്ങനെ തൈറോയിഡ് പോലെ അതിങ്ങനെ വീർത്തിരിക്കും, അകത്തും വീർത്തിരിക്കും. അങ്ങനെ ഡോക്ടറെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇടത്തേത് റിമൂവ് ചെയ്യണം, കാരണം അത് ഭയങ്കര ഇൻഫെക്റ്റഡ് ആണ്, അത് പിന്നീട് ഭാവിയിൽ കുറച്ച് ദൂഷ്യം ഉണ്ടാവും. പക്ഷേ എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ആ ഒരു സർജറി ചെയ്യാൻ പോലും ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ ഞാൻ യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചു. ഞാൻ അമ്മ മാതാവിൻ്റെ മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ചു. ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. ഞാൻ തൈലം ഞാൻ എന്നും സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഞാൻ എന്നും വിശ്വാസ പ്രമാണം ചൊല്ലി എൻ്റെ തൊണ്ടയിൽ തൊടുമായിരുന്നു. ഞാൻ ഉപ്പ് വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു. അതിനോടനുബന്ധിച്ച് ഞാൻ ഉടമ്പടി 2025 നവംബർ 4-ാം തീയതിയാണ് ഞാൻ ഉടമ്പടി എടുത്തത്. 1 മാസത്തിന് ശേഷം എൻ്റെ അത് പൂർണ്ണമായിട്ടും സൗഖ്യമായി. എനിക്കിപ്പോൾ ഒരു പ്രശ്നമില്ല. വലിയ പനി വന്നാൽ തൊണ്ടയിൽ ഒരു ചെറിയ സ്വാഭാവികമായിട്ടുള്ള ഒരു ഇറിറ്റേഷൻ അല്ലാതെ എനിക്കത് ബൾജ് ചെയ്യുകയോ അത് ഇൻഫെക്റ്റഡ് ആവുകയോ ഒന്നും ചെയ്തില്ല. അത് പൂർണ്ണമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറി. ഇപ്പോൾ ഇവിടെ ഇന്ന് വരെ എനിക്കതിൻ്റെ ഒരു പ്രശ്നവും വന്നിട്ടില്ല. അങ്ങനെ ഉടമ്പടി എടുത്ത 1 മാസത്തിന് ശേഷമാണ് അത് കംപ്ലീറ്റ് പൂർണ്ണമായിട്ടും അത് മാറി. ഇപ്പോഴും പനി വന്നിട്ടുണ്ട്. 2-3 മാസത്തിന് മുമ്പ് പനി വന്നായിരുന്നു. പക്ഷേ എന്നാലും ഒരു പ്രശ്നവും, ടോൺസിലൈറ്റിസിൻ്റെ ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. അത് കംപ്ലീറ്റ്ലി മാറി. എനിക്ക് കുഞ്ഞിലെ തൊട്ടേ അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാടായിരുന്നു അത്. ഒരുപാട് മരുന്ന് കഴിച്ചു, അലോപ്പതിയും ആയുർവേദവും ഒക്കെ കഴിച്ചു, എന്നിട്ടും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല. പക്ഷേ വിശുദ്ധ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചതിന് ശേഷം എനിക്കിപ്പോൾ അത് കംപ്ലീറ്റ്ലി ക്യൂറായി. ഇപ്പോൾ ഒരു പ്രശ്നവും ഇല്ല, ഒരു ഇറിറ്റേഷനായിട്ട് ഒന്നുമില്ല. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് എൻ്റെ അമ്മയുടെ ഒരു സാക്ഷ്യമാണ്. അമ്മയുടെ വലത് കയ്യിൽ കുറേ വർഷമായിട്ടൊരു ഗ്ലാൻഡ് വളർന്നു വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമൊന്നും അത്ര കാര്യമാക്കിയില്ല. ഇപ്പോൾ ഹോസ്പിറ്റലൊക്കെ കൊണ്ട് കാണിക്കണമെന്ന് പറഞ്ഞാൽ അമ്മ പറയും, സാരമില്ല, അത് വേറെ എന്തെങ്കിലും ആയിരിക്കും, സാരമില്ല, അങ്ങനെയൊക്കെ പറയുമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 3 മാസത്തിന് മുമ്പ് അത് ഭയങ്കരമായിട്ട് അങ്ങ് ബൾജായിട്ട് അമ്മയ്ക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ചെറിയൊരു വസ്തു പോലും കയ്യിൽ പിടിക്കാൻ പറ്റുന്നില്ല, അത്രമാത്രം വേദനയായി. അങ്ങനെ നമ്മൾ നിർബന്ധിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ നമുക്ക് പേടിയാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഉള്ള അവയവം അല്ലാതെ എന്തെങ്കിലും ഒരു ചെറിയ മുഴ വന്നാൽ പോലും നമുക്കറിയാം. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് എന്തൊക്കെ ഹാംഫുൾ എഫക്ട്സ് ആണ് അതിനകത്തുണ്ടാവുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അത് ഓർത്തിട്ട്, ഭയങ്കര വിഷമമായിരുന്നു അത് ഓർത്തിട്ട്. അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിന് പ്രശ്നമൊന്നുമില്ല, നമുക്കത് ആ ഒരു ഗ്ലാൻഡ് നമുക്ക് സർജറി ചെയ്ത് കളഞ്ഞാൽ മതി, അതങ്ങ് മാറിക്കോളും, അതിനകത്ത് ഇനി ഗ്രോത്ത് ഒന്നും വരത്തില്ല. അപ്പോഴും ഇത് കാണിക്കാൻ പോയപ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് പോയത്. അവിടെ യേശുപ്പച്ചൻ നമ്മളെ കൈവിട്ടില്ല, അത് പ്രശ്നമില്ലെന്ന് പറഞ്ഞു. അങ്ങനെ സർജറി ചെയ്ത് എന്ത് കഴിഞ്ഞാലും ഈ ഒരു മുറിവ് അങ്ങോട്ട് ഉണങ്ങുന്നില്ല. അപ്പോൾ അതിനകത്തൊന്ന് പഴുപ്പും വെള്ളവും ഒക്കെ വരുവാണ്. അതിനകത്തൊന്നും
ഉണങ്ങുന്നില്ല. അപ്പം നമ്മൾ മരുന്ന് ഉപയോഗിച്ചു. ഡോക്ടറെ പിന്നെയും പോയി കണ്ടു. ഡോക്ടർ പറഞ്ഞു കുഴപ്പമില്ല, അതങ്ങ് മാറിക്കോളും. ഒരാഴ്ചയെ 2 ആഴ്ചയെ അത് മാറുന്നില്ല. അങ്ങനെ പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് പ്രാർത്ഥിച്ചതിന് ശേഷം 3 ദിവസത്തിനുള്ളിൽ അതിനകത്തൊന്നും പഴുപ്പും വരുന്നില്ല, വെള്ളവും വരുന്നില്ല. അത് പൂർണ്ണമായിട്ടും അമ്മയുടെ കയ്യിൽ അത് കരിഞ്ഞു. അതിനുശേഷം അപ്പം ചേച്ചിക്ക് ഇവിടെ അമ്മയുടെ പേരൻസിൻ്റെ കൂടെയാണ് താമസിക്കുന്നത്. അപ്പം ചേച്ചിയും പുറത്താണ്, ഞാനും ബാംഗ്ലൂരാണ് PG ചെയ്തത്. അപ്പോൾ അമ്മ മാത്രമുള്ളൂ എല്ലാ കാര്യത്തിനും പുറത്തൊക്കെ പോകാൻ. അങ്ങനെ ഒരു പ്രാവശ്യം അമ്മ വീട്ടിലേക്കുള്ള സാധനമൊക്കെ മേടിച്ചിട്ട് ടൗണിൽ നിന്ന് വീട്ടിലോട്ട് വരുമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരു ട്രക്ക് വന്ന് അമ്മയുടെ ഹാൻഡിലിൽ 2 വീലറിൻ്റെ ഹാൻഡിലിൽ തട്ടി. അപ്പോൾ അത് കണ്ട് നിന്നവരെല്ലാം പറഞ്ഞു അത് അമ്മ നടുക്കോട്ട് വീഴേണ്ടതായിരുന്നു, പക്ഷേ അമ്മ ഇടത്തോട്ട് സൈഡിലോട്ടാണ് വീണത്. അത് വണ്ടി വരുന്നിടത്ത് വീണിരുന്നെങ്കിൽ എന്തെങ്കിലും ഒരു വണ്ടി വന്ന് ഇടിച്ച് അത് വേറൊരു ഇതായേനെ. അപ്പോൾ അത് കണ്ടു നിന്നവരെല്ലാം പറഞ്ഞു അത് ദൈവത്തിൻ്റെ ഒരു കരുതൽ കൊണ്ട് മാത്രമാണ് അത് പോയത്. അങ്ങനെ ഒരു കൊട പോലെയാണ് എൻ്റെ യേശുപ്പച്ചൻ ഇപ്പോൾ നമ്മളെ ഒരു കൊടക്കീഴിലാണ് നമ്മുടെ ഒരു ഫാമിലിയെ ഇപ്പോൾ കൊണ്ടു നടക്കുന്നത്. അങ്ങനെ എനിക്ക് ഉടമ്പടി എടുത്തിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ ആഗ്രഹം നിവർത്തിച്ചു എന്നതിലുപരി കുറേ ആത്മീയമായിട്ടുള്ള ഇത് ജീവിതം നയിക്കാനായിട്ട് പറ്റി. മറ്റേ ഞാൻ കുഞ്ഞിലെ തൊട്ട് പ്രാർത്ഥിക്കുമായിരുന്നെങ്കിൽ പോലും അരമണിക്കൂറൊന്നും ബൈബിൾ വായിച്ച് ധ്യാനിക്കത്തൊന്നും ഇല്ലായിരുന്നു. ഇപ്പോൾ അത് ചെയ്യും. പിന്നെ ഞാനൊരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ്. അപ്പം നമുക്ക് കൊന്ത ചൊല്ലുന്ന ആ ഒരു ഇതില്ല. അത് ഞാൻ ഈ ഉടമ്പടിയിൽ വന്നതിന് ശേഷം എൻ്റെ ഫ്രണ്ട് കാത്തലിക്കാണ്. അപ്പോൾ ചോദിച്ചിട്ട് ഞാൻ ചോദിച്ചു എന്തൊക്കെയാണ് ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത്, അപ്പോൾ ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ ചൊല്ലുന്നത് പറഞ്ഞു തന്നു. അങ്ങനെ യൂട്യൂബിൽ നോക്കി കൊന്ത ചൊല്ലാൻ ഞാൻ പഠിച്ചു. ഇപ്പം എൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം പോലും കൊന്ത ചൊല്ലാത്തൊരു ദിവസമില്ല. എനിക്ക് പ്രാർത്ഥനയിൽ ഏറ്റവും ഇഷ്ടം ഏതാണെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ കൊന്ത ചൊല്ലുന്നതാണ് ഏറ്റവും ഇഷ്ടം. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നമ്മൾ ചെയ്തത് പത്രം മേടിച്ച് കൊടുക്കുമായിരുന്നു. ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത്, അപ്പോൾ അവിടെ കൊടുക്കുമായിരുന്നു. പിന്നെ യേശുപ്പച്ചനെ പറ്റിയൊക്കെ പറഞ്ഞു കൊടുക്കും, മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കും അറിയാത്തവർക്ക്, അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ പത്രം മേടിച്ച് കൊടുക്കുമായിരുന്നു. പിന്നെ എല്ലാ ചൊവ്വാഴ്ച ദിവസത്തിലെ എല്ലാ ധ്യാനവും കൂടും, എൻ്റെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കും. പിന്നെ ഡെയിലി ബ്രെഡ് ഷെയർ ചെയ്ത് കൊടുക്കും. അതായിരുന്നു പ്രേക്ഷിത പ്രവർത്തനം. കാരുണ്യ പ്രവർത്തനമായിട്ട് ചെയ്തത് ഓർഫനേജിലെ കുഞ്ഞുങ്ങൾക്ക് ഉടുപ്പ് കൊടുക്കും, പിന്നെ അവർക്ക് ഭക്ഷണം കൊടുക്കും. അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ എന്തെല്ലാം കാര്യങ്ങൾ ജെന്യുവിനായിട്ട് കാണുന്നുണ്ടോ അതെല്ലാം അവർക്ക് ധനസഹായം കൊടുക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ അവർക്ക് ധനസഹായം കൊടുക്കാറുണ്ട്. ഇതൊക്കെയാണ് കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ചെയ്തത്. ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ്, ഒരുപാട് അനുഗ്രഹങ്ങളാണ് തന്നത്. സമയച്ചുരുക്കം കൊണ്ടാണ് എൻ്റെ ഫ്രണ്ട്സും എൻ്റെ ചേച്ചിക്കും ഒക്കെ അനുഗ്രഹങ്ങൾ കിട്ടി. അവർക്ക് വേണ്ടി ഒക്കെ ഞാൻ ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റത്തില്ല. പക്ഷേ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ യേശുപ്പച്ചൻ അമ്മ മാതാവ് വഴി തന്നിട്ടുണ്ട്. കാര്യങ്ങൾ നിവർത്തിക്കുന്നതിലുപരി നമുക്കൊരു ഭയങ്കര ഒരു സ്പിരിച്വാലിറ്റി ഉണ്ടാവും, നമുക്ക് ഭയങ്കര ക്ഷമയുണ്ടാവും, മറ്റുള്ളവരോടൊരു എമ്പതി നമുക്കുണ്ടാവും. സിമ്പതി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, പക്ഷെ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാൻ, ഒരു എമ്പത്തറ്റിക് ആവാൻ നമുക്ക് ഈ ഒരു ഉടമ്പടി വഴി നമുക്ക് പറ്റും. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ സ്വഭാവത്തിലാണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും എൻ്റെ യേശുപ്പച്ചനും കോടാനുകോടി നന്ദി പറയുന്നു. നാമത്തിന് മഹത്വം. എൻ്റെ പേര് പ്രീതി. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ കല്ലൂർ എന്ന സ്ഥലത്തുനിന്ന് വരികയാണ്. ഞാനൊരു സെൻട്രൽ ഗവൺമെൻറ് സ്കൂൾ ടീച്ചറാണ്. ഞാനിവിടെ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് തന്നെ യൂട്യൂബിൽ നിന്നാണ്. യൂട്യൂബിൽ ഒരു ദിവസം എനിക്ക് ഭയങ്കര കാലുവേദനയായിരുന്നു. ആ സമയത്ത് ഇങ്ങനെ വൈകിട്ട് ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്ന സമയത്ത് ഞാനിങ്ങനെ യൂട്യൂബ് റീൽസ് കാണുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഒരു കൃപാസനത്തിൻ്റെ ഒരു സാക്ഷ്യം കയറി വന്നു. അതിൽ ഒരു സ്ത്രീ ഇവിടെ നിന്നിട്ട് ഉപ്പിട്ട് പ്രാർത്ഥിച്ചപ്പോൾ വെള്ളമില്ലാത്ത കുഴൽക്കിണറിൽ വെള്ളം കണ്ടു എന്നൊക്കെ ഉള്ളൊരു സാക്ഷിയാണ് ഞാൻ കേട്ടത്. അപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടെ അതിനെക്കുറിച്ച് സെർച്ച് ചെയ്തു. അങ്ങനെ ഞാൻ തോന്നി ഇത് ഇത്ര ദൂരമാണ്, എനിക്കിനി വരാനൊന്നും പറ്റില്ല, കാരണം ഞാൻ നാട്ടിലില്ല, അപ്പോൾ എന്നെക്കൊണ്ട് സാധ്യമല്ല എന്നാണ് ഞാൻ കരുതിയത്. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഈ വഴിക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ വീടുണ്ട് തൊടുപുഴ, അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഞാൻ ഈ പള്ളി കണ്ടു. അപ്പോൾ ഇപ്പോഴും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ വെച്ചു ഈ ചിത്രം ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. അപ്പോഴും എനിക്ക് ഇത് കൃപാസനം ഞാൻ യൂട്യൂബിൽ കണ്ട അതേ സ്ഥലമാണെന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. അങ്ങനെ തിരിച്ചു വരുന്ന വഴിക്ക് ഞാനിവിടെ കയറി. അപ്പോൾ ഇവിടെ കയറി വന്നപ്പോൾ ഇവർ പറഞ്ഞു ഉടമ്പടിയുടെ സമയമാണ്, ലാസ്റ്റ് ഉടമ്പടി ഇപ്പോൾ നടക്കുകയാണ്, താല്പര്യമുണ്ടെങ്കിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷേ എനിക്ക് ഉടമ്പടി എന്താണെന്നൊന്നും അറിയണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കാതെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ചു പോവുകയാണ് ചെയ്തത്.
പിന്നീട് ഒരു വർഷത്തിന് ശേഷം വീണ്ടും അടുത്ത ലീവിന് വന്നപ്പോഴാണ് എനിക്ക് കൃപാസനത്തിൽ വരാനുള്ള വീണ്ടും ഞാൻ വന്നത്. ആ സമയത്ത് അതിന് വരുന്നതിന് മുന്നേ തന്നെ എന്താണ് ഉടമ്പടി എന്ന് കൂടുതൽ സാക്ഷ്യങ്ങൾ വഴിയും പിന്നീട് ഇവിടെയുള്ള വെബ്സൈറ്റ്, കൃപാസനത്തിൻ്റെ വെബ്സൈറ്റ് നോക്കിയൊക്കെ ഞാൻ നോക്കി വെച്ചു. അങ്ങനെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് തന്നെ. പിന്നീട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. എൻ്റെ ഉടമ്പടിയിലുള്ള എൻ്റെ ആദ്യത്തെ നിയോഗം എന്ന് പറയണത് എനിക്ക് നാട്ടിലേക്കൊരു ട്രാൻസ്ഫർ വേണം. ഞാൻ കുറേ വർഷങ്ങളായിട്ട് തന്നെ ഏകദേശം 17 വർഷത്തോളമായിട്ട് ഞാൻ അന്യനാടുകളിൽ, അതായത് കേരളത്തിന് പുറത്ത് തമിഴ്നാട് വരെ വന്ന് വർക്ക് ചെയ്തിട്ടും എനിക്ക് കേരളത്തിലേക്ക് ഇതുവരെ ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഒത്തിരി വിഷമിച്ചിരിക്കുകയായിരുന്നു. കാരണം ഞാനും മക്കളും ഒറ്റയ്ക്കാണ് അന്യനാട്ടിൽ. ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ കഷ്ടപ്പെടുകയാണ്, ഓടുകയാണ് കിടന്നിട്ട്. എനിക്ക് സ്കൂളിലത്തെ കാര്യങ്ങൾ, അതുപോലെ തന്നെ മക്കളുടെ കാര്യങ്ങൾ എല്ലാം കൂടി ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യണം. ഹസ്ബൻഡിന് വരാൻ പറ്റുന്നൊരവസ്ഥയായിരുന്നില്ല. കാരണം ഹസ്ബൻഡ് അച്ഛനും അമ്മയും വയ്യാതിരിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ ഇട്ട് വരാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് ട്രാൻസ്ഫർ വേണം എന്നുള്ള രീതിയിൽ ഞാൻ പ്രാർത്ഥിച്ചത്. ആ ഉടമ്പടിയിൽ എൻ്റെ ആദ്യത്തെയും ഏറ്റവും പ്രധാനമായിട്ടുള്ള നിയോഗവും എനിക്ക് ട്രാൻസ്ഫർ വേണം തന്നെയായിരുന്നു. അങ്ങനെ പിന്നത്തെ വർഷം ഒഴിവില്ലാതിരുന്നിട്ട് കൂടിയും എൻ്റെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്കൂളിൽ തന്നെ എനിക്ക് മാതാവ് ട്രാൻസ്ഫർ തന്ന് എന്നെ അനുഗ്രഹിച്ചു. എനിക്കതിൽ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഒരിക്കലും ഒരു ട്രാൻസ്ഫർ അവിടെ ഒരു വേക്കൻസി ഇല്ല. ആ വേക്കൻസി ഇല്ലാഞ്ഞിട്ട് കൂടി എനിക്ക് അവിടേക്ക് എനിക്ക് ട്രാൻസ്ഫർ തന്നു. അവിടെ ഉണ്ടായിരുന്ന ഒരു ടീച്ചറിനെ വേറൊരു, അതായത് ട്രിവാൻഡ്രത്തേക്ക്, ശരിക്കും അവർ ട്രാൻസ്ഫർ ഇല്ലെങ്കിൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ആ ടീച്ചറിനെ പുറത്തേക്ക് വിടണം, അങ്ങനെയാണ് നിയമം. പക്ഷേ ആ ടീച്ചറിനെ അവിടെ തന്നെ നിർത്തി. ഒരു മാസത്തിന് ശേഷം ട്രിവാൻഡ്രത്തുള്ള വേറൊരു സ്കൂളിലത്തെ സാറ് റിട്ടയർ ആവുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെ ആ ഡേറ്റിന് വേണ്ടിയിട്ട് അവരെ ഇവിടെ നിർത്തി. പിന്നീട് അവർക്ക് അവിടെ പോസ്റ്റിംഗ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അത്രയും അത്ഭുതകരമായ രീതിയിൽ തന്നെ എനിക്ക് ഈ ട്രാൻസ്ഫർ കിട്ടി. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ നാട്ടിലെത്തിയത്. ഇപ്പോഴും എനിക്കത് അത്ര വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് കേരളമാണ്, ഞാൻ കാണുന്ന ചുറ്റും മലയാളം തന്നെയാണ്. ഓരോ ബോർഡ് കാണുമ്പോഴും ഞാൻ അത്രയും അത്ഭുതത്തോടെയാണ് നോക്കുന്നത്. കാരണം വർഷങ്ങളായിട്ട് നമ്മൾ അന്യനാട്ടിൽ കിടക്കുമ്പോഴൊരു വിഷമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും സഹായത്തിനില്ലാതെ, എത്രയൊക്കെ പൈസ ഉണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമ്മുടെ ആളുകളുടെ കൂടെ താമസിക്കുക, നമ്മുടെ വീട്ടുകാരുടെ കൂടെ താമസിക്കുക പറഞ്ഞത് സംതിങ് നമുക്കെന്താ ശരിക്കൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു ബ്ലെസ്സിങ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇവിടെ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിന് മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. രണ്ടാമത്തെ നിയോഗം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് എൻ്റെ മകന് വേണ്ടിയാണ്. അവൻ പഠിക്കാൻ ഒരല്പം മോശം തന്നെയായിരുന്നു. എന്നുവെച്ചാൽ മാർക്കൊന്നും അത്ര നന്നായിട്ടൊന്നും കിട്ടിയിട്ടുണ്ട്. പാസ്സാകും, ജസ്റ്റ് പാസ്. മാത്സൊക്കെ നല്ല വീക്കാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു. CBSE അപ്പോൾ 10th എക്സാം, ബോർഡ് എക്സാമിൻ്റെ സമയത്ത് ഞാൻ ഇവിടെ വന്നു, അച്ഛൻ്റെ അനുഗ്രഹമൊക്കെ വാങ്ങി. പിന്നെ എക്സാമിന് പോകുമ്പോൾ മകന് ഉപ്പും ഇവിടെ ഉടമ്പടി തൈലമൊക്കെ കൊടുത്തയക്കും. പിന്നെ കാശ് രൂപമൊക്കെ വെച്ചിട്ടാണ് അവൻ പ്രാർത്ഥിക്കാറ്. ഞങ്ങൾ അങ്ങനെ ഇവൻ ഓരോ എക്സാമിനും ഉപ്പിട്ട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചിട്ടാണ് പരീക്ഷ എഴുതിയത്. അങ്ങനെ മകന് 10th CBSE ബോർഡ് എക്സാമിൽ 93%, 92.8% മാർക്ക് നൽകി അവനെ മാതാവ് അനുഗ്രഹിച്ചു. അതും അവനെ സംബന്ധിച്ചും എന്നെ സംബന്ധിച്ചും വലിയൊരു വിജയം തന്നെയാണ്. കാരണം ഒരിക്കലും 60% എബവ് പോവാത്തൊരു കുട്ടിയാണ് ഇന്ന് 92.8% നിൽക്കുന്നത്. അപ്പോൾ സംതിങ് ഗ്രേറ്റ് ആണ്. അതും എനിക്ക് ഒത്തിരി എനിക്ക് ഉറപ്പാണ്, 100% ഉറപ്പാണ് അതെനിക്ക് പോസിബിൾ ആയത് ഞാൻ ഇവിടെ വന്നതുകൊണ്ട് മാത്രം. അതും മാതാവിൻ്റെ അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രം. കാരണം ഇത്രയും അധികം വർഷങ്ങൾ ഞാൻ മുന്നുള്ള പരീക്ഷകളിലൊന്നും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ ഈ എക്സാമിന് എനിക്ക് കിട്ടിയത് മാതാവിൻ്റെ അനുഗ്രഹമാണെന്ന് ഞാൻ ഒന്നുകൂടെ എടുത്തു പറയുകയാണ്. അതിന് മാതാവിനോട് ഒത്തിരി നന്ദി പറയുന്നു. പിന്നെ ഉടമ്പടി നിയോഗങ്ങളായിട്ട് ഞാൻ അധികമൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് 2 ആഗ്രഹങ്ങളേ ഉണ്ടായുള്ളൂ. മകന് നല്ല മാർക്ക് വാങ്ങണം, എനിക്ക് നാട്ടിലേക്ക് എങ്ങനെയെങ്കിലും എത്തിപ്പെടണം. ഇത് മാത്രമേ എൻ്റെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് ഞാൻ വെച്ചിരുന്ന നിയോഗങ്ങളെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടായിരുന്നു. ആദ്യത്തെ തവണ വരികയാണെങ്കിൽ എനിക്കത് അറിയില്ല വെച്ചാലും എൻ്റെ ഒരേ ഒരു ആവശ്യം, 2 ആവശ്യം ഉണ്ടായിരുന്നത് ഇത് 2 മാത്രമാണ്. പിന്നീടുള്ളതൊക്കെ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എൻ്റെ കൂടെയുള്ള ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അവർക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ കുറേ വർഷങ്ങളായിട്ടും കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്ന അവർ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. അവർക്ക് കുട്ടികളായി, 2 കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ ഈ വർഷങ്ങളുടെ ഇടയിൽ പിന്നീട് ഒത്തിരി ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന അന്ന്
ഇവിടെ സൺഡേ ആയിരുന്നു, അതായത് ഡിസംബർ 31, 2024 അന്ന് ഇവിടെ ഉടമ്പടി ധ്യാനം നടക്കുകയായിരുന്നു. ആ ധ്യാനത്തിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വന്നിരിക്കുന്നുണ്ട്, മുകളിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യായിരുന്നു. അത് അന്ന് രാവിലെ തുടങ്ങി എനിക്ക് കാലിന് പ്രത്യേകിച്ച് ഭയങ്കര വേദനയാണ്. എനിക്ക് നിൽക്കാനോ നടക്കാനോ ഒന്നും പറ്റുന്നില്ല. ഞാൻ ചിലപ്പോൾ രാത്രി വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞ് സ്കൂളൊക്കെ കഴിഞ്ഞ് വന്ന് ചിലപ്പോൾ ഞാൻ കരയും. അതേമാതിരിയാണ് എനിക്ക് കാലുവേദനയുള്ളത്. ഒത്തിരി കരയും ഞാൻ, കാലിനൊക്കെ പിടിച്ചിട്ട് എന്തൊരു കഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിങ്ങനെ കരയാറുണ്ട്. ഭയങ്കര വിങ്ങുന്ന വേദനയാണ്. ഏകദേശം എല്ലാ ഓയിൻമെൻറ്റ് എന്തൊക്കെ കിട്ടിയോ അതൊക്കെ പുരട്ടി വെച്ചിട്ട് ലാസ്റ്റ് ഒരു 1 മണി 2 മണിയൊക്കെ കാലൊക്കെ പൊതിഞ്ഞ് വെച്ചിട്ടാണ് കിടക്കുക. 1 മണി 2 മണിയൊക്കെ ആകുമ്പോഴാണ് വേദന ഒന്ന് കുറഞ്ഞു വരുള്ളൂ. പിറ്റേ ദിവസം രാവിലെ എനിക്ക് നടക്കാൻ പറ്റില്ല. കാലിങ്ങനെ തൊട്ട് ഇങ്ങനെ ഒന്ന് വിരലുമ്മ കൂടെയാണ് ഞാൻ നടന്നിട്ട് വാഷ്റൂമിലേക്കൊക്കെ പോകേണ്ടി വന്നാൽ തന്നെ പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ പോവുകയില്ല. അങ്ങനെയാണ്, അത്രയും എനിക്ക് കാലുവേദന. കുറേ നേരം കാലുമ്മ നിന്ന് ഒരു വിരലുമ്മ നിന്ന് പിന്നെ പതുക്കെ ചവിട്ടി അങ്ങനെ ഉറപ്പിച്ചാണ് വേദന കുറച്ച് കുറയുമ്പോൾ ഞാൻ നടക്കുന്നുണ്ടായിരുന്നു തന്നെ. അങ്ങനെ ഇരുന്ന് അന്ന് ഇവിടെ ഉടമ്പടി ധ്യാനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര വേദനയായിരുന്നു. ആ ആഴ്ചയിലെ ചൊവ്വാഴ്ചയിലെ ഉടമ്പടി ധ്യാനം ഞാൻ യൂട്യൂബിൽ കൂടിയപ്പോൾ അന്ന് അച്ഛൻ പറഞ്ഞു, ഇവിടെ ഒരാളിങ്ങനെ കാല് ഇങ്ങനെ പൊത്തി പിടിച്ചിരിക്കുക, കൈയോണ്ട് പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന പോലെയാണ് കാണിക്കുന്നത്. ആ ആളെ ഈശോ തഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന്. അത് ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുകയാണ് അത് ഞാൻ തന്നെയാണെന്ന്. കാരണം അതിനുശേഷം ആ ഒരു സൺഡേ എനിക്ക് വേദന വന്നതാണ് ലാസ്റ്റ്. പിന്നീട് എനിക്ക് ഇതുവരയ്ക്കും കാലിന് ഇപ്പോൾ 2026 ഇന്ന് ജൂലൈ 11 എന്നിട്ട് പോലും എനിക്കൊരു ഇതുവരയ്ക്കും കാലിനൊരു വേദന വന്നിട്ടില്ല. അത് മാതാവ് എനിക്ക് ഉടമ്പടി എടുത്തതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വന്നതിന് അതിൻ്റെ ഒരു അനുഗ്രഹം ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. അടുത്തത്, എനിക്ക് ഉടമ്പടി തൈലം വഴി ഒത്തിരി രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. പിന്നീട് എനിക്കുള്ളത് കഴുത്ത് വേദനയാണ്. ഞാൻ ഒരിക്കൽ വാഷ്റൂമിൽ മറിഞ്ഞു വീണിരുന്നു, വഴുക്കി വീഴുകയാണ് ചെയ്തത്. അങ്ങനെ എനിക്ക് ഈ കഴുത്തിൽ എൻ്റെ ഒരു നെർവ് ഡിസ്കിൻ്റെ ഇടയിൽ കുടുങ്ങിപ്പോയിട്ട് എന്നും നീർക്കെട്ടാണ്. ബാക്കിൽ കൂടെ നീര് വന്ന് ഭയങ്കരമായിട്ട് വേദന. പിന്നെ കുറേ കഴിയുമ്പോൾ നീർക്കെട്ട് ഇറങ്ങി ബാക്ക് പെയിനായി മാറും. ഇവിടെ വന്നിട്ട് നടുക്കിൽ വന്നിട്ട് ഭയങ്കര വേദനയായിരിക്കും. ഇപ്പോൾ എനിക്ക് അങ്ങനെയുള്ള വേദനകളൊന്നുമില്ല. എല്ലാം മാതാവ് എനിക്ക് മാറ്റി തന്നിരിക്കുന്നു. സർജറിയാണ് ഡോക്ടർമാർ പറഞ്ഞിരുന്നത്. അത് ഇപ്പോൾ വേണ്ട, പതുക്കെ ചെയ്യാം എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അത്രയും ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമുക്കത് സർജറി ചെയ്യാം, അത് ഇത്തിരി റിസ്ക് ഉള്ളതാണ്, അതുകൊണ്ട് ചെയ്യേണ്ട ആവശ്യമില്ല, ഇപ്പം ചെയ്യേണ്ട, ഇങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞു. അത്യാവശ്യത്തിന് പെയിൻ കില്ലേഴ്സൊക്കെ എഴുതി തന്നിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും ചെയ്യാതെ തന്നെ എനിക്ക് മാതാവ് അതെല്ലാം മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന മാതാവിന് ഒത്തിരി നന്ദി പറയുന്നു, ഈശോയ്ക്കും. പിന്നെ എൻ്റെ ആത്മീയ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഞാൻ ഒരു നല്ല മനുഷ്യനായത് തന്നെ എങ്ങനെ മറ്റുള്ളവരെ സഹായിക്കണം അതിൻ്റെ പൂർണ്ണമായ അർത്ഥം മനസ്സിലാക്കിയത് ഉടമ്പടി എത്തിയതിന് ശേഷമാണ്. അതായത് അതിനു മുന്നേ ഞാൻ ആരെങ്കിലും കാണുമ്പോൾ ചിലപ്പോൾ തോന്നിയാൽ എന്തെങ്കിലും ഒരു ഒരു 5 രൂപ അല്ലെങ്കിൽ 10 രൂപ ഇത്രയൊക്കെ കൊടുത്ത് സഹായിക്കാൻ തോന്നിയാൽ മാത്രം, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് അങ്ങനെയല്ല, കഷ്ടപ്പെടുന്ന ഓരോരുത്തരെയും മുന്നിൽ കണ്ടാൽ എനിക്കത് മനസ്സിലാവും. ഞാൻ അവരെ എന്തെങ്കിലും രീതിയിൽ ഞാൻ സഹായിക്കാൻ ശ്രമിക്കാറുണ്ട്. ഒത്തിരി കാരുണ്യ പ്രവർത്തികൾ ചെയ്യാൻ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് പോരാ എന്ന് എനിക്കറിയാം. ഞാനിങ്ങനെ കീറ്റോ, യൂണിസെഫ് അങ്ങനെ വഴി എമൗണ്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ മാസവും ഇത്ര എമൗണ്ട് വീതം ഞാൻ ഡൊണേറ്റ് ചെയ്യും. അതുപോലെ തന്നെ ഒരു ഓൾഡ് ഏജ് ഹോമുണ്ട്. ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് 17 വർഷമായിട്ട് ഓൾ ഇന്ത്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാലും അതിലും കുറച്ച് കൂടുതൽ വർഷം നിന്നത്, ഏകദേശം 4-4.5 വർഷത്തോളം ഞാൻ നിന്നത് ഒഡീഷയിലാണ്. അപ്പോൾ അതിന് മുന്നേ ബീഹാർ ആയിരുന്നു, പിന്നെ ഛത്തീസ്ഗഡ് ആയിരുന്നു, പിന്നെ മധ്യപ്രദേശിലായിരുന്നു, തമിഴ്നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ വർക്ക് ചെയ്തതിൽ കുറച്ച് കൂടുതൽ കാലങ്ങൾ നിന്നത് ഒഡീഷയിലാണ്. ആ ഒഡീഷയിലൊരു ഓൾഡ് ഏജ് ഹോമിൽ ഞാൻ സ്ഥിരമായിട്ട് ഞാൻ ഒരു മാസം ഇത്ര രൂപ എന്നുള്ള രീതിയിൽ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു പൈസ അവർക്ക് മരുന്നിനോ ഭക്ഷണത്തിനോ തികയില്ല. അപ്പോൾ ഒരു കൃത്യമായൊരു ഫണ്ട് ഞാൻ അവർക്ക് വേണ്ടി എല്ലാ മാസവും ഇന്നും ഇപ്പോൾ ഇവിടെ വന്നിട്ടായാലും ഞാനത് ചെയ്യുന്നുണ്ട് മുടക്കാതെ. അതുകൂടാതെ SOS ചിൽഡ്രൻ വില്ലേജ് എന്നുള്ള ഒരു പദ്ധതിയുണ്ട് ഗവൺമെൻറ്, അതിലേക്കും ഞാൻ കുറച്ച് എല്ലാ മാസവും ഞാൻ പൈസ ഡൊണേറ്റ് ചെയ്യും, എന്നെക്കൊണ്ട് പറ്റാവുന്നത്. ഇതുകൂടാതെ ബാക്കി എന്തെങ്കിലും രോഗി സന്ദർശനം, അടുത്ത് ആരെങ്കിലുമൊക്കെ വയ്യാതായിട്ടുണ്ടെങ്കിലോ നമ്മുടെ റിലേറ്റീവ് ആവണമെന്നില്ല, ആരായാലും അവരെയൊക്കെ ഞാൻ ചെന്ന് കണ്ട് അവർക്ക് വേണ്ടിയിട്ടൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും.
പിന്നീട് ഞാൻ കാരുണ്യ പ്രവൃത്തി പറഞ്ഞ ഇതൊക്കെയാണ്. പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ എല്ലാവർക്കും, അതായത് കൂടുതൽ ആവശ്യമുള്ളവർക്ക് മാത്രം, അതായത് കൂടുതലും ഞാൻ കൊടുക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിലാണ്. പത്രം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ എല്ലാം ഒരുമിച്ച് കൊടുത്ത് തീർക്കുക എന്നുള്ള പരിപാടിയൊന്നുമില്ല. ഞാൻ കുറച്ച് ആവശ്യത്തിന് 5 10 അങ്ങനെ വെച്ചിട്ട് ആരാണോ ഒരു ദിവസം അത്രയേ കൊടുക്കുള്ളൂ. അതിൽ കൂടുതലൊന്നും കൊടുത്ത് ഒരുമിച്ച് തീർക്കില്ല. ആവശ്യത്തിന് എൻ്റെ മുന്നിൽ വരുന്ന ആളുകൾക്ക് അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരെ എനിക്ക് കാണിച്ചു തരണേ മാതാവേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. അങ്ങനെ അവർക്ക് ഞാൻ പത്രം കൊടുക്കും. പിന്നീട് പത്രം കഴിഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നാട്ടിലില്ലാതിരുന്ന സമയത്ത് പത്രം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഓരോരുത്തരെ കണ്ട് അവരോട് നേരിട്ട് പറയുക ചെയ്യുക, ഇങ്ങനൊരു ചേർച്ച് ഉണ്ട് കൃപാസനം എന്ന് പറഞ്ഞിട്ടാണ്. പോകാൻ പറ്റില്ലെങ്കിൽ ഓൺലൈൻ ഉടമ്പടി ഒത്തിരി പേരെ കൊണ്ട് എടുപ്പിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് നാട്ടിലേക്ക് വരാനോ ഇവിടുത്തെ തിരിച്ച് വന്ന് നിൽക്കാനുള്ള ലീവ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു അങ്ങനെ മറ്റുള്ളവർക്ക് നമ്മുടെ ഈ കൃപാസനം ചർച്ചിനെ കുറിച്ച് അതുകൊണ്ടൊരു ഗുണമുണ്ടാകട്ടെ, എൻ്റെ ഗുണങ്ങൾ പറഞ്ഞ് എനിക്ക് കിട്ടിയ നേട്ടങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവർക്കത് കൊടുക്കാറ്. പിന്നെ ഇതുകൂടാതെ എൻ്റെ ഒത്തിരി പേരെ ഞാൻ ഉടമ്പടി എടുക്കാൻ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോൾ ഞാൻ നാട്ടിൽ വരുന്നോ അവരെ എൻ്റെ കൂടെ ആരെങ്കിലുമൊക്കെ ഉടമ്പടി എടുക്കാനുണ്ടായിരിക്കും. അങ്ങനെ ഞാൻ അവരെ കൊണ്ടുവരാറുണ്ട്. പിന്നെ എന്തൊക്കെ സഹായങ്ങൾ ചെയ്യാൻ കൊടുക്കുമോ അതുമാതിരി മാക്സിമം എനിക്ക് പറ്റാവുന്ന രീതിയിൽ എൻ്റെ രീതിയിൽ നിന്നുകൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞാനതൊരിക്കലും, എൻ്റെ മുന്നിലൊരു അവസരം വന്നാൽ ഞാൻ വേണ്ടാന്ന് വയ്ക്കില്ല. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്യാറുള്ളത്. എനിക്ക് ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ സാക്ഷ്യം ഇവിടെ സമർപ്പിക്കുന്നു. മാതാവിന് നന്ദി, ഈശോയ്ക്ക് നന്ദി. 126 സങ്കീർത്തനം 6 തിരുവചനം. വിത്ത് ചുമന്നുകൊണ്ട് വിലാപത്തോടെ വിതയ്ക്കാൻ പോകുന്നവൻ കറ്റ ചുമന്നുകൊണ്ട് ആഹ്ലാദത്തോടെ വീട്ടിലേക്ക് മടങ്ങും. പ്രീതി എന്ന ഈ ടീച്ചറിൻ്റെ ശക്തമായ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് എൽത്താരയിൽ ഏറ്റുപറഞ്ഞത്. വളരെയധികം സങ്കടത്തോടെ ഇവിടെ വന്ന് 17 വർഷക്കാലം ടീച്ചർ ആഗ്രഹിക്കുകയായിരുന്നു ഒരു സ്ഥലത്ത് നിന്ന്, ഒറീസയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിൽ വന്ന് തൻ്റെ ഫാമിലിയോടൊപ്പം ഇവിടെ വന്ന് സെറ്റിൽ ചെയ്യണം, ഇവിടേക്ക് ജോലി ട്രാൻസ്ഫർ കിട്ടണം. കാരണം അതൊരു സെൻട്രൽ സെൻട്രൽ സിലബസ് സ്കൂളായതുകൊണ്ട് അതൊരു വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്നു എന്നറിയാം. പക്ഷേ ഈ മകൾക്ക് ട്രാൻസ്ഫർ കിട്ടിയത് ഉടമ്പടി എടുത്തതിന് 1 വർഷം തികയുന്നതിന് മുൻപ് തന്നെ തനിക്ക് അവിടെ കിട്ടാൻ യാതൊരു സാധ്യതകളുമില്ലാതിരുന്ന ഒരു സമയത്താണ്. തനിക്ക് മുൻപുള്ള ഒരു ടീച്ചറിനായിരുന്നു യോഗ്യത. നമുക്കറിയാവുന്നതുപോലെ ഉടമ്പടിയിൽ നാം നിയോഗം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഒരിക്കലും അത് നമ്മുടെ യോഗ്യതകൾ കൊണ്ടല്ല നമുക്ക് അനുഗ്രഹം പ്രാപിക്കുന്നത്. ഇസ്രായേൽക്കാർ ഈജിപ്ത് വിട്ടു പോരുമ്പോൾ അവർക്ക് യാതൊരു സാധ്യതകളും ഉണ്ടായിരുന്നില്ല. അവർക്ക് മന്ന ലഭിച്ചതും അവർക്ക് കാടപ്പക്ഷിയെ ലഭിച്ചതും അവർക്ക് വെള്ളം ലഭിച്ചതും അവർ ചെങ്കടൽ വിഭജിച്ചതുമെല്ലാം അവരുടെയൊന്നും യോഗ്യതകൾ കൊണ്ടല്ല. ഈശോ ദൈവം അവരെ തിരഞ്ഞെടുത്ത ഒരു പ്രത്യേക ജനമായതുകൊണ്ടാണ്. ഉടമ്പടി ചെയ്ത് ജീവിക്കുന്നവരെല്ലാം തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഇവർ തിരഞ്ഞെടുക്കപ്പെട്ടവരായതുകൊണ്ട് ഇവരുടെ ആഗ്രഹം വളരെ പെട്ടെന്ന് സാധിച്ചു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ അവർക്ക് അവരുടെ യോഗ്യതകളില്ലാതിരുന്ന ഒരു സമയത്ത് അവരാഗ്രഹിച്ച ആ ഒരു കാര്യം തന്നെ ട്രാൻസ്ഫർ കേരളത്തിലേക്ക് നൽകി അനുഗ്രഹിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ മകന് CBSE എക്സാമിൽ 93% മാർക്ക് ലഭിച്ചതിനെക്കുറിച്ച് അമ്മയുടെ ഏറ്റുപറയുകയുണ്ടായി. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അവൻ പരീക്ഷയ്ക്ക് പോയ സമയത്ത് അവനൊരു പ്രത്യേക കോൺഫിഡൻസും ധൈര്യവും അവന് കൃത്യമായി പരീക്ഷകൾ എഴുതാനുള്ള സാധ്യതകൾ മകന് ലഭിച്ചു. ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്ന ആ ദിവസം ഈ മകൾക്ക് ലഭിച്ചൊരു സൗഭാഗ്യമെന്ന് പറയുന്നത് ഞായറാഴ്ച ദിവസം കൂടുന്ന ആ ഉടമ്പടി ധ്യാനം. നമുക്ക് ചൊവ്വാഴ്ച ദിവസങ്ങളിലാണ് അത് യൂട്യൂബിൽ നമുക്ക് അപ്പായി കിട്ടുന്നത്. ആ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ വളരെ നാളുകളായിട്ടുണ്ടായിരുന്ന ആ കാലുവേദന മകൾക്ക് സൗഖ്യപ്പെട്ടു. അത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ യൂട്യൂബിലൂടെ മകൾക്ക് ആ ഒരു അടയാളമായി പറയുകയുണ്ടായി, മകളുടെ കാലുവേദന സൗഖ്യപ്പെടുന്നുവെന്ന്. നമുക്കറിയാവുന്നതുപോലെ നാം ഉടമ്പടിയിൽ വിശ്വസ്തരായിരിക്കുക എന്നതാണ് ഒന്ന് മാത്രം അബ്രാഹത്തോട് ദൈവം പറഞ്ഞത്. നീ എൻ്റെ മുമ്പേ ആയിരിക്കുക എന്ന് മാത്രമാണ്. അതാണൊരു കണ്ടീഷൻ ദൈവം അബ്രാഹത്തോട് പറഞ്ഞത്. നമുക്കെപ്പോഴും വിശ്വസ്തരായിരിക്കാം. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ ഒരു പ്രാർത്ഥന നമ്മെ ഏറ്റുചൊല്ലാനായി പ്രേരിപ്പിക്കാറുണ്ട്. കർത്താവായ ദൈവമേ, ഉടമ്പടി ബന്ധത്തിൻ്റെ ഭാഗമായി അങ്ങയെ വിട്ടുപോകാതിരിക്കാനുള്ള ദൈവസ്നേഹത്തിൻ്റെ അടയാളമായി സ്ഥിരീകരിക്കണമേ എന്ന്. ആ ഒരു സ്ഥിരീകരണമാണ് എപ്പോഴും ഈ ഉടമ്പടി പ്രാർത്ഥനയിൽ, ഉടമ്പടി ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രീതി ടീച്ചറിൻ്റെയും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നല്ല ഒരു കയ്യടി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി.
ഈ അൾത്താരയിൽ കയറി നിന്ന് എൻ്റെ മൂന്നാമത്തെ സാക്ഷ്യമാണ്. 2019 നവംബർ മാസം 29-ാം തീയതിയാണ് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അതിനുശേഷം 2 പ്രാവശ്യം എനിക്ക് ഈ അൾത്താരയിൽ കയറി നിന്ന് സാക്ഷ്യം പറയാൻ എൻ്റെ അമ്മ മാതാവ് എന്നെ സഹായിച്ചു. അതോടൊപ്പം 2 പ്രാവശ്യം എനിക്ക് സാക്ഷ്യങ്ങൾ എഴുതി കൊടുക്കുവാനും സാധിച്ചു. എൻ്റെ പേര് ബേബി റേച്ചൽ. ഞാൻ കാസർഗോഡ് ജില്ലയിൽ നിന്ന് വരുന്നു. ഞാൻ ഒരു ടീച്ചറാണ്. എനിക്ക് ഉണ്ടായ ചില സാക്ഷ്യങ്ങൾ ഇവിടെ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അതിൽ നമുക്കെല്ലാം അറിയാം കേട്ടറ്റ് പരീക്ഷയുടെ കാര്യം. എനിക്കിപ്പോൾ 52 വയസ്സായി. ഇപ്പം കേട്ടറ്റ് പരീക്ഷ എന്ന കടമ്പ എനിക്കും കടക്കണമായിരുന്നു. 2025 ഡിസംബർ മാസത്തിലാണ് ഞാൻ കേട്ടറ്റിന് അപേക്ഷ കൊടുക്കുന്നത്. അപേക്ഷ കൊടുത്തെങ്കിലും എനിക്കതിന് പഠിക്കുവാനോ ക്ലാസ്സിൽ ചേരുവാനോ ഓൺലൈൻ ക്ലാസ് പോലും ചേരുവാൻ എനിക്ക് സാധിച്ചില്ല. അത്രയ്ക്ക് ക്ലാസ്സിൻ്റെ ചാർജ് കൂടാതെ സ്കൂളിൻ്റെ ചാർജുകൾ പലപ്പോഴും ഏറ്റെടുക്കേണ്ടി വന്നു. അങ്ങനെ ഓർത്തിരിക്കുമ്പോൾ ലാസ്റ്റ് ഒരാഴ്ചയെങ്കിലും എനിക്ക് പരീക്ഷയ്ക്ക് വേണ്ടി മാസങ്ങളും ദിവസങ്ങളും ഒക്കെ കടന്നുപോയി. ലാസ്റ്റ് ഒരാഴ്ചയെങ്കിലും എനിക്ക് പഠിക്കാൻ വേണ്ടി ലീവ് എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷേ എന്നേക്കാളും മറ്റ് ടീച്ചേഴ്സ് നേരത്തെ ലീവ് പറഞ്ഞതിനാൽ എനിക്ക് ലീവ് എടുക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ എനിക്ക് സ്കൂളിൻ്റെ ചാർജ് കിട്ടി. അതുപോലെ ലാസ്റ്റ് 2 ദിവസം പോലും എനിക്ക് പഠിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് പ്രമോഷന് വേണ്ടി മാത്രമാണ് കേട്ടറ്റ് വേണ്ടത്. പക്ഷേ നമുക്കറിയാം കേട്ടിട്ടില്ലാതെ മുൻപോട്ട് പോകാത്തൊരു സാഹചര്യമാണ് നമുക്കുള്ളത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ അറിയുന്ന എല്ലാ ടീച്ചേഴ്സും എന്നോട് പറയുമായിരുന്നു പ്രാർത്ഥിക്കണമെന്ന്. അവർക്ക് വേണ്ടി ഞാൻ എന്നും മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് വന്നു. തലേ ദിവസം വളരെ കൂളായിരുന്നു ഞാൻ. കാരണം ഞാൻ ഒന്നും പഠിച്ചിട്ടില്ല. എന്തായാലും 1000 രൂപ കൊടുത്ത് അപേക്ഷ കൊടുത്തതാണ്. വെറുതെ ബബിൾ ചെയ്യാം, കുറേ കാലമായി ബബിൾ ചെയ്തിട്ട്. അടുത്ത പരീക്ഷയ്ക്കുള്ള അപേക്ഷയും ഞാൻ കൊടുത്തു അതിന് മുമ്പായിട്ട്. കാരണം ഇതെനിക്ക് ജയിക്കില്ല എന്ന് ഉറപ്പായിരുന്നു. പക്ഷെ പ്രാർത്ഥന മുടക്കിയില്ല. ഇവിടുന്ന് എല്ലാ മാസവും ഞാൻ വന്ന് കാസർഗോഡ് നിന്ന് വന്ന് 3 കെട്ട് പേപ്പർ വാങ്ങിക്കൊണ്ട് പോയി ഞാൻ ബസ് സ്റ്റാൻഡിലും എൻ്റെ ബസ്സിൽ പോകുമ്പോഴും എല്ലാം ഞാൻ വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ പരീക്ഷ വന്ന അന്ന് ഞാൻ വെഞ്ചരിച്ച ഉപ്പ് കരുതിക്കൊണ്ട് പോയി. ഞാൻ അന്നേരം എനിക്ക് മനസ്സിന് നല്ല സമാധാനമായിരുന്നു. ഞാൻ തൊടാത്ത സ്ഥലത്ത് ഹാളിൽ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു. എനിക്ക് വേണ്ടി മാത്രമല്ല, ആ ഹാളിലിരിക്കുന്ന എല്ലാ അധ്യാപകർക്കും വേണ്ടി. എൻ്റെ മകൻ്റെ പ്രായമുള്ള കുട്ടികൾ മുതൽ ഈ വർഷം റിട്ടയർഡ് ചെയ്യാനുള്ള അധ്യാപകർ വരെ ഉണ്ടായിരുന്നു. അവർക്ക് വേണ്ടിയാണ് ഞാൻ കൂടുതൽ പ്രാർത്ഥിച്ചത്. അതുപോലെ പരീക്ഷ കഴിഞ്ഞു. ഞാനാണ് ആദ്യം ആ ഹാളിൽ ബബിൾ ചെയ്ത് കഴിഞ്ഞത്. ഞാൻ വളരെ കൂളായിട്ടിരുന്നു. എന്താ ചെയ്തതെന്ന് എനിക്കും അറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ചെയ്തിരുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എനിക്ക് വേണ്ടി മാത്രമല്ല ഞാൻ പ്രാർത്ഥിച്ചത്, ആ പരീക്ഷാ ഹാളിൽ ആ സ്കൂളിൽ എഴുതുന്ന എല്ലാ അധ്യാപകർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. വിശുദ്ധ തൈലം ഞാൻ എൻ്റെ ഹാൾ ടിക്കറ്റിൽ പുരട്ടിക്കൊണ്ടാണ് പോയത്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഓരോന്നും ബബിൾ ചെയ്ത്. ഇഷ്ടംപോലെ സമയമുണ്ടായിരുന്നു. കാരണം ആൻസർ എനിക്ക് വ്യക്തതയൊന്നുമില്ല. അങ്ങനെ പരീക്ഷ കഴിഞ്ഞു. എല്ലാവരും തിരക്കിൽ പേപ്പർ നോക്കുന്നു, മാർക്ക് കൂട്ടുന്നു. പലരും എന്നോട് ചോദിച്ചു എങ്ങനെയാണെന്ന്. ഞാൻ നോക്കിയില്ല. കാരണം ഞാൻ സമാധാനത്തിലാണ്. കിട്ടിയില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം എഴുതാം. മാതാവിന് ഇഷ്ടമുള്ളത് എന്താണ് ഭവിക്കട്ടെ, അതായിരുന്നു എൻ്റെ വിശ്വാസം. മാതാവിന് ഞാൻ വിജയിക്കണം, എനിക്ക് പ്രൊമോഷൻ ലഭിക്കാനാണ് താല്പര്യമെങ്കിൽ മാതാവ് എനിക്ക് തരും എന്ന ഉറച്ച വിശ്വാസം എനിക്കുണ്ടായിരുന്നു. അങ്ങനെ കേട്ടറ്റിൻ്റെ റിസൾട്ട് വന്നു. വളരെ അതിശയകരമായി എൻ്റെ മാതാവിൻ്റെയും തിരുക്കുമാരൻ്റെയും ഇടപെടൽ മൂലം വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് തൈലം, ഉപ്പ്, വിശുദ്ധ തേനൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി എനിക്ക് വിജയിക്കാൻ സാധിച്ചു. നോട്ട് മൈ മെറിറ്റ് ബട്ട് ദ ഗ്രേസ് ഓഫ് അവർ ഗോഡ് ആൻഡ് മേരി മദർ. അത് ഞാൻ വീണ്ടും ഉറപ്പിച്ച് പറയുന്നു.
നിങ്ങൾക്കറിയാം, ഇവിടെ ഒത്തിരി കുട്ടികൾ കാണും കേട്ടിട്ട് പരീക്ഷയ്ക്ക് വേണ്ടി വന്നവർ. നിങ്ങൾ ഉറച്ചു പൊക്കോളുക, മാതാവ് കൂടെയുണ്ട്. ഉടമ്പടി എടുത്തതാണെങ്കിൽ എൻ്റെ അനുഭവ സാക്ഷ്യം നിങ്ങൾക്കത് വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് 90 മാർക്കാണ് വിജയിക്കാൻ വേണ്ടത്. 91 മാർക്ക് തന്ന് എൻ്റെ മാതാവ് വിജയിപ്പിച്ചു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കോവിഡ് സമയത്ത് ഞങ്ങൾ കുറച്ച് സ്ഥലം വാങ്ങി. അത് നമുക്ക് താങ്ങുന്നതിലപ്പുറമായിരുന്നു അതിൻ്റെ വിലയും കാര്യങ്ങളും. എങ്കിലും ഘട്ടം ഘട്ടമായി, എൻ്റെ ഒരു കസിൻ്റെ ആയിരുന്നു സ്ഥലം, ഘട്ടം ഘട്ടമായി പൈസ കൊടുത്താൽ മതിയെന്ന് പറഞ്ഞു. എങ്കിലും പല പ്രാവശ്യവും നമുക്കത് വളരെ ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കസിൻ മരിച്ചു. അപ്പോൾ എനിക്ക് വളരെ പ്രയാസം തോന്നി. കാരണം എത്രയും പെട്ടെന്ന് ഈ കടം വീട്ടണം. അവർ നമ്മളോട് എല്ലാം നമ്മളെ ഒരു വിശ്വാസത്തിൽ തന്ന സ്ഥലമാണ്, എല്ലാ രേഖകളും ഒപ്പിട്ട് തന്നിരുന്നു. അപ്പം എത്രയും പെട്ടെന്ന് എനിക്കത് വീട്ടണമെന്ന് തോന്നി. ഞാൻ അടുത്ത പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോൾ ആ കാര്യം വെച്ച് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. അതിനോട് കൂടെ തന്നെ ഞാൻ പ്രാർത്ഥനയോടൊപ്പം തന്നെ കാരുണ്യ പ്രവർത്തികളും ചെയ്തിരുന്നു. എല്ലാ ആഴ്ചയിലും ഒന്നെങ്കിലും ഞാൻ ഒരു 50-25 പൊതികൾ കെട്ടി കാഞ്ഞങ്ങാട് അവിടെ ഒരു സ്ഥലമുണ്ട്, ഒത്തിരി ആൾക്കാർ ഭക്ഷണത്തിന് വരുന്നതാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പൊതി കെട്ടി 50-25 നമുക്ക് സൗകര്യമുള്ള പോലെ പൊതി കെട്ടിക്കൊണ്ട് കൊടുക്കും. അപ്പോൾ ഈ കാരുണ്യ പ്രവർത്തികൾ എത്ര മുന്നോട്ട് പോകും തോറും നമ്മുടെ അനുഗ്രഹങ്ങൾ ഒത്തിരി വരുന്നതായി എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് മനസ്സിലായി. അതുപോലെ നമ്മുടെ മുൻപിൽ വരുന്ന ഓരോ വ്യക്തികളെയും എനിക്ക് മാതാവിലൂടെ കാണുവാൻ സാധിച്ചു. അതിൻ്റെ ഫലമായി ഞങ്ങളുടെ ആ സ്ഥലത്തിൻ്റെ ഒരു ഭാഗം, ഞങ്ങൾക്ക് 15 സെൻറ്റ് സ്ഥലം മാത്രമേ ആവശ്യമുള്ളായിരുന്നു ഒരു വീട് വെക്കാൻ. ബാക്കി സ്ഥലം പെട്ടെന്ന് വിൽപ്പനയ്ക്ക് സാധിച്ചു. അങ്ങനെ ആ കടം വീട്ടുവാൻ സാധിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുപോലെ തന്നെ മറ്റൊന്ന് എൻ്റെ ഒരു രോഗസൗഖ്യമാണ്. വിശുദ്ധ തൈലവും വിശുദ്ധ ഉപ്പും വിശുദ്ധ തേനും ഉപയോഗിച്ച് എനിക്ക് സ്കൂളിൽ പോകുമ്പോൾ പെട്ടെന്നാണ് സംഭവിച്ചത്. ഉച്ച മുതൽ ഉള്ളംകാല് വരെ ക്ലാസ്സിൽ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, അതുപോലെ ചൊറിച്ചിലാണ്. പല ഡോക്ടേഴ്സിനെ കാണിച്ചു. ഞാൻ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും നല്ല ഡോക്ടറാണ് നരഹരി ഡോക്ടർ. ഡോക്ടറെ കാണിച്ചു, ഒരു പ്രശ്നവും ഇല്ല. ഡോക്ടർ എന്നോട് ചോദിച്ച ടീച്ചർക്ക് ടെൻഷനുണ്ട്. ഞാൻ പറഞ്ഞു ടെൻഷനൊന്നുമില്ല. എന്താണ് കാരണമെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത പ്രാവശ്യം ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നു. ഞാൻ ആ മരുന്നെല്ലാം കൊണ്ടുവന്ന് ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു, മാതാവേ ഞാൻ ഈ മരുന്ന് കഴിക്കില്ല. മാതാവിൻ്റെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് രോഗസൗഖ്യം തരണം. എനിക്കത് ഈ അൾത്താരയിൽ മറ്റുള്ളവർക്ക് പ്രഘോഷിക്കണം. അങ്ങനെ പിന്നെ ഞാൻ ആ കാര്യം മറന്നു. സത്യം പറഞ്ഞാൽ അതാണ് നടന്നത്. ഞാൻ പിന്നീട് മരുന്ന് ഉപയോഗിച്ചില്ല. ആ മരുന്നൊക്കെ ഇപ്പോഴും എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട്. എങ്ങനെയോ എനിക്കറിയില്ല, ഞാൻ സത്യം പറഞ്ഞ ആ കാര്യമേ മറന്നു. വിശുദ്ധ തൈലം പുരട്ടുമായിരുന്നു. കുളിക്കുന്ന വെള്ളത്തിൽ ഞാൻ വിശുദ്ധ ഉപ്പിടുമായിരുന്നു. രാവിലെയും വൈകുന്നേരം മുട്ടുകുത്തി കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഇതുപോലെ ചെറുതും വലുതുമായ ഒത്തിരി എനിക്ക് മാത്രമല്ല എൻ്റെ മുൻപിൽ ഇരിക്കുന്ന കുട്ടികളെ, ഞാൻ ആ സ്കൂളിലെ ഒരു ക്രിസ്ത്യാനിയാണ്. അവിടെ ഭൂരിഭാഗം ആൾക്കാരും മുസ്ലിംസ്, ഹിന്ദുസാണ്. അപ്പം ഈ സാക്ഷ്യങ്ങൾ, എൻ്റെ അനുഭവങ്ങളൊക്കെ ഞാൻ എൻ്റെ പേരൻസിന്, എൻ്റെ കൊളീഗ്സിനോടൊക്കെ പറയാറുണ്ട്. അവർക്ക് പത്രം കൊടുക്കുമ്പോൾ അവർ സന്തോഷത്തോടെ വാങ്ങുന്നു. അങ്ങനെ അമ്മ മാതാവിനെ എൻ്റെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എനിക്ക് പ്രഘോഷിക്കാൻ സാധിച്ചിട്ടുണ്ട്. പലരെയും കാസർഗോഡ് ജില്ലയിൽ നിന്നു മുതൽ എൻ്റെ ഫ്രണ്ട്സ് തിരുവനന്തപുരത്തുണ്ട്. അവരെയും വരെ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാനും അമ്മ മാതാവിനോട് അടുപ്പിക്കുവാനും സാധിച്ചു. അതൊക്കെ എൻ്റെ മെറിറ്റ്, നോട്ട് മൈ മെറിറ്റ്, ബട്ട് ദ ഗ്രേസ് ഓഫ് ഗോഡ് ആൻഡ് മൈ മദർ മേരി എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. എൻ്റെ കുടുംബത്തിന്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഒത്തിരി നന്മകൾ അമ്മ മാതാവ് തന്നു. കുട്ടികളെയും കൊണ്ട് വന്ന് എൻ്റെ ഒരേ ഒരു ആഗ്രഹം, ഞങ്ങൾ 4 പേര്, എനിക്ക് 2 ആൺകുട്ടികളാണ്, ഞങ്ങൾ 4 പേരൂടെ ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുവദിക്കണമെന്നാണ് അമ്മ മാതാവിനോടുള്ള എൻ്റെ പ്രാർത്ഥന. ഒരിക്കലും അനുഗ്രഹം മാത്രമല്ല നമ്മുടെ മുമ്പിലുള്ളത്. എനിക്കറിയാം, ഞാനൊരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. എനിക്ക് ജപമാല ചൊല്ലാൻ അറിയില്ല.
പക്ഷെ എല്ലാ ദിവസവും എനിക്ക് സമയമില്ല. ഞാൻ 50 കിലോമീറ്റർ യാത്ര ചെയ്താണ് സ്കൂളിലേക്ക് പോവുകയും വരികയും ചെയ്യുന്നത്. ഞാൻ ബസ്സിലിരുന്ന് ജപമാല ചൊല്ലും, പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലും. അതുപോലെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ സമയമില്ലെങ്കിൽ ഞാൻ ബസ്സിലിരുന്ന് കേൾക്കും. എൻ്റെ അടുത്തിരിക്കുന്നവരോട് ഞാൻ പറയും. അപ്പോൾ അവർക്കൊക്കെ ആരും എന്നോട് നോ പറഞ്ഞിട്ടില്ല. ഞാൻ പത്രം കൊടുക്കുമ്പോഴൊന്നും ആരും പറഞ്ഞിട്ടില്ല. ഈ അടുത്ത ദിവസം വരെയും എൻ്റെ കയ്യിൽ ഞാൻ മറന്നു വെച്ച ഒരു പേപ്പർ ഉണ്ടായിരുന്നു. അതുവരെ ഇന്നലെ വരെ എനിക്ക് കൊടുക്കാൻ സാധിച്ചു. എല്ലാവരെയും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഉയർത്തേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 55-ാം അധ്യായം 8 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ബേബി റൈച്ചൽ കാസർഗോഡ് തൻ്റെ അനുഭവസാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. തൻ്റെ അനുഭവസാക്ഷ്യം തൻ്റെ കേറ്റ എക്സാം പാസ്സാവുക എന്നതായിരുന്നു. കാരണം പഠിക്കുവാനായിട്ടാണെങ്കിലും ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പങ്കെടുക്കുവാനായിട്ട് സമയം കിട്ടാത്തൊരു അവസ്ഥയിലൂടെയാണ് ബേബി റൈച്ചൽ കടന്നു പോവുക. കാരണം സ്കൂളിൽ പഠിപ്പിക്കേണ്ട കാര്യങ്ങളും അതോടൊപ്പം തന്നെ സ്കൂളിൽ തന്നെ ചാർജൊക്കെ ഉള്ളപ്പോഴത്തേക്ക് വലിയൊരു ഉത്തരവാദിത്തത്തിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ ലീവ് എടുക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിച്ചിരുന്നെങ്കിലും കൂടെയുള്ളവരൊക്കെ ലീവിലായതുകൊണ്ട് തന്നെ തനിക്ക് പഠിക്കുവാനുള്ളൊരു അവസരം പോലും ഉണ്ടാകാതെ കണ്ടാണ് ഈ കേറ്റിട്ട് എക്സാമിന് വേണ്ടിയിട്ട് എഴുതാൻ വേണ്ടി പോവുകയും ചെയ്യുന്നത്. കാരണം ഈ എക്സാം എഴുതാൻ പോകുമ്പോൾ അടുത്ത വർഷത്തേക്ക് വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ കൂടെ ചെയ്തിട്ടാണ് ബേബി റൈച്ചൽ കടന്നു പോവുകയൊക്കെ ചെയ്യുന്നത്. കാരണം തനിക്കൊന്നിനെക്കുറിച്ചുള്ളൊരു പ്രിപ്പറേഷൻ പോലും ഇല്ലാതെ കണ്ട് ഉടമ്പടിയിൽ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടും പരിശുദ്ധ അമ്മ തന്നെ പൂർണ്ണമായിട്ട് സംരക്ഷിക്കുന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തോടെയാണ് പരീക്ഷാ ഹാളിലേക്ക് പോവുക. പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുമ്പോഴാണെങ്കിലും ബബിൾ കളിക്കാമെന്നുള്ളൊരു ചിന്തയോട് കൂടെയാണ് പരീക്ഷയൊക്കെ അറ്റൻഡ് ചെയ്യുക. എന്നാൽ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണമാണ് ബേബി റൈച്ചലിന് കൂടെ ഉണ്ടാകുന്നത്. കാരണം പരിശുദ്ധ അമ്മ തനിക്ക് ഉന്നതമായ വിജയം നൽകുന്നുള്ളൊരു മുൻവിധിയോടുകൂടിയാണ് മുമ്പോട്ട് പോവുകയും ചെയ്യുന്നത്. കാരണം എന്ന് പറയുമ്പോൾ തനിക്ക് എപ്രകാരം മുമ്പോട്ട് പോകണമെന്നും അതുപോലെ തന്നെ തൻ്റെ മെറിറ്റിൽ തനിക്കിത് കിട്ടത്തില്ല എന്നുള്ളതും പരിശുദ്ധ അമ്മയുടെ കൃപയിലാണ് തനിക്കിത് എക്സാം പാസ്സാകാൻ സാധിക്കത്തുള്ളെന്നുള്ള വാക്കുകൾ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ റിസൾട്ട് വരുമ്പോഴും പൂർണ്ണമായിട്ടൊരു വിശ്വാസത്തിലേക്ക് വരുന്നത് ഒരു കൺഫർമേഷൻ കൂടെ കിട്ടിക്കഴിയുമ്പോഴത്തേക്ക് കൂടിയാണ് കേട്ടിട്ട് പാസ്സായെന്നുള്ളൊരു ബോധ്യം കടന്നു വരികയും ചെയ്യുന്നത്. അത് തൻ്റെ മെറിറ്റ് കൊണ്ടല്ല, പരിശുദ്ധ അമ്മയുടെ കൃപയാലും ഉടമ്പടി നേർച്ച വസ്തുക്കളോടൊക്കെ ചേർത്ത് വെച്ച തൻ്റെ വിശ്വാസമാണ് തനിക്ക് ഉന്നതമായ വിജയം കേട്ടിട്ട് പാസ്സാകുവാനായിട്ട് സാധിക്കുകയൊക്കെ ചെയ്തത്. അതിനോട് ചേർത്തുകൊണ്ട് തനിക്ക് രോഗസൗഖ്യമാണെങ്കിലും നിരവധി അനുഗ്രഹങ്ങളാണെങ്കിലും ചെറിയ കടങ്ങളൊക്കെ മാറ്റുവാനായിട്ട് സാധിക്കുകയും ചെയ്തത് ഉടമ്പടിയോട് ചേർന്നുള്ള തൻ്റെ ജീവിതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്നോണം കൂടെയുള്ളവരോടും കാസർഗോഡും ചുറ്റുമുള്ള ആൾക്കാരോടും കുട്ടികളോടൊക്കെ ആണെങ്കിലും തനിക്കറിയാവുന്ന കൃപാസനത്തെക്കുറിച്ചും പരിശുദ്ധമ്മയെക്കുറിച്ചും ഈശോയെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് പരിശുദ്ധമ്മയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇയാൾ താരക്ക് മുമ്പിൽ ബേബി റൈച്ചൽ നിൽക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മുമ്പോട്ടുള്ള ജീവിതത്തിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ കുടുംബത്തെ മാറ്റട്ടെ എന്നും ഒപ്പം നമ്മളെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഇയാൾ താരയിൽ എത്തണമേ എന്നും നമുക്കും പ്രാർത്ഥിക്കാം.